എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. മലബാർ DMT 500D സ്റ്റീൽ ബാർസ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്തെ 127 റവന്യൂ ഉത്തരവുകൾ ചട്ടവിരുദ്ധമെന്ന് മന്ത്രിസഭാ ഉപസമിതി. മെത്രാൻകായൽ കടമക്കുടി പദ്ധതികൾ സംബന്ധിച്ച ഉത്തരവുകൾ ക്രമം വിട്ട് സംസ്ഥാനത്തിന്റെ സാമ്പത്തിക നില സംബന്ധിച്ച് സർക്കാർ ധവളപത്രം ഇറക്കും. കൊല്ലം കളക്ടറേറ്റ് വളപ്പിൽ സ്ഫോടനം. ഉപേക്ഷിക്കപ്പെട്ട സർക്കാർ ജീപ്പിൽ പൊട്ടിത്തെറിച്ചത് സ്റ്റീൽ ബോംബെന്ന് പോലീസ്. ഫ്യൂസുകളും ബാറ്ററികളും കണ്ടെടുത്തു. ഒരാൾക്ക് പരുക്ക്. ഡിവൈഎഫ്ഐ പ്രവർത്തകൻ ഷിബിനെ കൊലപ്പെടുത്തിയ കേസിൽ മുഴുവൻ പ്രതികളെയും വെറുതെ വിട്ടു. കുറ്റം തെളിയിക്കുന്നതിൽ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടെന്ന് കോടതി. സാക്ഷിമൊഴികൾ തത്ത പറയുന്നത് പോലെ നീതി ലഭിച്ചില്ലെന്ന് ഷിബിന്റെ പിതാവ്. രാജ്യത്തെ സ്റ്റേറ്റ് ബാങ്കുകൾ ലയിപ്പിക്കാൻ കേന്ദ്ര മന്ത്രിസഭാ തീരുമാനം. SBT അടക്കമുള്ള ബാങ്കുകൾ ഇല്ലാതാകും. കോർപ്പറേറ്റ്വൽക്കരണത്തിന്റെ ഭാഗമെന്ന് കോടിയേരി. തീരുമാനം കേരള താൽപര്യത്തിന് വിരുദ്ധമെന്ന് സുധീരൻ. ഫാക്ടും എയറിന്റെയും അടക്കം 22 പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കാൻ നീതി ആയോഗ് ശുപാർശ. യൂറോ കപ്പിൽ ഇന്ന് ഫ്രാൻസിന്റെ രണ്ടാം മത്സരം. എതിരാളി അൽബേനിയ. കോപ്പ അമേരിക്കയിൽ ആദ്യഘട്ടത്തിൽ അർജന്റീനയ്ക്ക് സമ്പൂർണ്ണ വിജയം. അവസാന മത്സരത്തിൽ ബൊളീവിയയെ എതിരില്ലാത്ത 3 ഗോളിന് തകർത്തു. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ അവസാന കാലത്ത് റവന്യൂ വകുപ്പെടുത്ത തീരുമാനങ്ങളിൽ വ്യാപക ക്രമക്കേടെന്ന് മന്ത്രിസഭാ ഉപസമിതിയുടെ കണ്ടെത്തൽ. മെത്രാൻകായൽ, ചെമ്പ് തുടങ്ങിയ ഭൂമിയിടപാടുകൾ ചട്ടവിരുദ്ധമാണെന്ന് AK ബാലൻ അധ്യക്ഷനായ ഉപസമിതി കണ്ടെത്തി. ഉമ്മൻചാണ്ടി സർക്കാർ ജനുവരി 1 മുതൽ കൈക്കൊണ്ട തീരുമാനങ്ങൾ പരിശോധിച്ചപ്പോഴാണ് വ്യാപകമായ ക്രമക്കേടുകൾ നടന്നിട്ടുണ്ടെന്ന കാര്യം മന്ത്രിസഭാ ഉപസമിതിക്ക് ബോധ്യമായത്. റവന്യൂ വകുപ്പ് പുറപ്പെടുവിച്ച 127 ഉത്തരവുകളാണ് ഉപസമിതി ഇതുവരെ പരിശോധിച്ചത്. ഇതിൽ ഭൂരിഭാഗവും ചട്ടങ്ങളുടെ ലംഘനമാണ്. മെത്രാൻകായൽ, ഹോപ്പ് പ്ലാന്റേഷൻ, കരുണ എസ്റ്റേറ്റ് തുടങ്ങിയ വിവാദ ഭൂമിയിടപാടുകളെല്ലാം ചട്ടങ്ങൾ നഗ്നമായി ലംഘിച്ചുകൊണ്ടാണെന്നും മന്ത്രിസഭാ ഉപസമിതി കണ്ടെത്തിയിട്ടുണ്ട്. റവന്യൂ വകുപ്പിന്റെ പല ഉത്തരവുകൾക്കെതിരെയും അന്നത്തെ ചീഫ് സെക്രട്ടറിയായിരുന്ന ജിജി തോംസൺ നിലപാടെടുത്തിരുന്നുവെങ്കിലും അവ പരിഗണിക്കപ്പെട്ടിട്ടില്ലെന്നും മന്ത്രിസഭാ ഉപസമിതി വിലയിരുത്തുന്നു. ചട്ടലംഘനം ബോധ്യമായ സാഹചര്യത്തിൽ തുടർ നടപടികൾ എന്തെല്ലാം സ്വീകരിക്കാമെന്ന കാര്യത്തിൽ മന്ത്രിസഭാ ഉപസമിതിയുടെ അടുത്ത യോഗം തീരുമാനമെടുക്കും. പത്തനംതിട്ട ജില്ലയിൽ റവന്യൂ വകുപ്പ് നടത്തിയ ചില ഭൂമിയിടപാടുകളും ഗുരുതരമായ ക്രമക്കേടുകളാണെന്നും മന്ത്രിസഭാ ഉപസമിതി കണ്ടെത്തി. റിപ്പോർട്ടർ, തിരുവനന്തപുരം. കോൺഗ്രസ് നേതാവ് TN പ്രതാപൻ, CPI നേതാവ് P പ്രസാദ്, BJP നേതാവ് MT രമേശ് എന്നിവർ തത്സമയം ചർച്ചയിൽ പങ്കെടുക്കും. മറ്റുള്ളവർ ടെലിഫോൺ ലൈനിലും. 30 സെക്കൻഡ് ദൈർഘ്യമുള്ള ചെറിയ ഇടവേളയ്ക്ക് ശേഷം ചർച്ച ആരംഭിക്കാം. പ്രമേഹമുണ്ടോ എന്ന് സംശയം തോന്നിയാൽ മതി. ഉടനെ നാരിന്റെ അംശം നീക്കം ചെയ്തിട്ടുള്ള സാധാരണ ആട്ട കൊണ്ടുണ്ടാക്കിയ ചപ്പാത്തിയിലേക്ക് തിരിയും എല്ലാവരും. നാരിന്റെ അംശം കുറവുള്ള ഗോതമ്പും അരിയും ഫലത്തിൽ ഒന്ന് തന്നെ. പിന്നെന്ത് ചെയ്യും? ഉയർന്ന ഫൈബർ കോണ്ടന്റ് ഉള്ള മേൽത്തരം സർബത്തി ഗോതമ്പ് കുത്തിയെടുക്കുന്ന സ്വാദ് സർബത്തി ഗോതമ്പ് പൊടി ഉപയോഗിക്കുക. ഇതിലും മികച്ച ഏത് ഡയറ്റ് റെക്കമെൻഡ് ചെയ്യാനാ? സ്വാദ് സർബത്തി ഗോതമ്പ് പൊടി നല്ല ഭക്ഷണം തന്നെയാണ്, നല്ല മരുന്ന്. ആദ്യം TN പ്രതാപൻ, കടുംവെട്ട് എന്ന് ആക്ഷേപിക്കപ്പെട്ട അവസാനകാല മന്ത്രിസഭായോഗ തീരുമാനങ്ങളിൽ പുത്തൻവേലിക്കര ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷിക്കുന്നുണ്ട്. മുൻ മന്ത്രിമാരായ PK കുഞ്ഞാലിക്കുട്ടിയും അടൂർ പ്രകാശും അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടും ഉണ്ട്. മറ്റു വിഷയങ്ങൾ കൂടി സർക്കാർ പരിശോധിക്കുകയാണ്. അവസാനകാല തീരുമാനങ്ങളിൽ ഉപ്പു തിന്നവരെല്ലാം വെള്ളം കുടിക്കും, ഒത്തുതീർപ്പുകളില്ലാതെ എന്ന് വ്യക്തമാവുകയാണോ? യാതൊരു സംശയം വേണ്ട. ഞങ്ങൾക്കിതിനകത്ത് യാതൊരു തരത്തിലുമുള്ള ആശങ്കയുമില്ല. ഏതെങ്കിലും രീതിയിൽ ഞങ്ങളുടെ ഗവൺമെൻറ് കാലത്ത് നിയമവിരുദ്ധമായ തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ ആ തീരുമാനങ്ങൾ റദ്ദാക്കുകയും അതിനെക്കുറിച്ച് അന്വേഷണം നടത്തുന്നതിൽ ഒരു തരത്തിലും ഞങ്ങളൊരു ഒത്തുതീർപ്പിനും പോകുന്നില്ല. ഞങ്ങൾ ആരെങ്കിലും ഉപ്പ് തിന്നിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വെള്ളം കുടിക്കാൻ കൊണ്ട് വിരോധമില്ല. അത് സതുദ്ദേശത്തോടു കൂടി തന്നെ പറയാണ്. കാരണം കേരളത്തിൻ്റെ പൊതുഭൂമി അല്ലെങ്കിൽ പൊതുസ്വത്ത് കേരളത്തിൻ്റെ പൊതുഖജനാവിൽ നിലനിൽക്കേണ്ട കാര്യം, ജനങ്ങളുടെ നികുതി പണം അല്ലെങ്കിൽ ജനങ്ങൾക്ക് നേരിട്ട് ഉത്തരവാദിത്തമുള്ള കാര്യം, സർക്കാരിൻ്റെ അധീനതയിലുള്ള കാര്യം, അവിടെ എവിടെയെങ്കിലും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ ആ വീഴ്ച തിരുത്തപ്പെടേണ്ടത് തന്നെയാണ്. അത് തിരുത്തണമെന്ന് തന്നെയാണ് UDF-നകത്തുള്ള ഞങ്ങൾ പോലും നിരന്തരമായി ആവശ്യപ്പെട്ടിരുന്നത്. അതുകൊണ്ട് LDF ഗവൺമെൻറ് ഞങ്ങളുടെ ഏതെങ്കിലും തീരുമാനങ്ങൾ ജനവിരുദ്ധമായതോ നിയമവിരുദ്ധമായതോ നിയമസഭ പാസ്സാക്കിയതും പാർലമെൻറ്റ് പാസ്സാക്കിയതുമായ നിയമങ്ങൾക്കും ചട്ടങ്ങൾക്കും വിധേയമല്ലാത്തതുണ്ട് എന്നുണ്ടെങ്കിൽ അത് കണ്ടുപിടിച്ചോട്ടെ, അത് തിരുത്തിക്കോട്ടെ. അതിനകത്ത് നിയമത്തിൻ്റെ വഴിക്ക് പോകുന്നതിന് ഞങ്ങളുടെ പൂർണ്ണമായി അതിനെ സ്വാഗതം ചെയ്യുന്നു. ആദ്യ പ്രതികരണം എന്നുള്ള നിലയിൽ ശ്രീ P പ്രസാദ്, ഈ തീരുമാനങ്ങളിൽ
മിക്കവാറും എണ്ണം പുനഃപരിശോധിക്കപ്പെടുകയും പിൻവലിക്കപ്പെടുകയും തിരുത്തപ്പെടുകയും ചെയ്തവയാണ്. അതുകൊണ്ട് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് സർക്കാരിന് ഏതെങ്കിലും തരത്തിൽ നഷ്ടമുണ്ടായി എന്ന് പറയാനാകില്ല, എന്തെങ്കിലും തെറ്റ് നടന്നു എന്ന് പറയാനാകില്ല തീരുമാനമെടുത്ത രീതിയിൽ ഒഴിച്ച്. അതുകൊണ്ട് മന്ത്രിസഭാ ഉപസമിതി ഇങ്ങനെയുള്ള തെറ്റ് കണ്ടെത്തിയാലും ഇനിയുള്ള തുടർ വഴി എന്താണ്? അല്ല, അത് തെറ്റുപറ്റി എന്ന് പറയാൻ കഴിയില്ല എന്ന വാദഗതി തന്നെ തെറ്റാണ്. എന്തുകൊണ്ടാണ് ഇത്തരം ഒരു ഉത്തരവ് ഇറങ്ങാനിട വന്നത്? അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്നതല്ല ഒരു ഗവൺമെൻറ് ഉത്തരവ് ഇറങ്ങുക എന്ന് പറഞ്ഞാൽ. കൃത്യമായി മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്ന ഇത്തരം കാര്യങ്ങളാണ്. പിൻവലിക്കപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും ഇത്തരം ഉത്തരവുകളെല്ലാം എങ്ങനെയാണ് ഇറങ്ങാൻ ഇടവന്നത്? എന്തായിരുന്നു അതിൻ്റെ പ്രേരണ? അഴിമതി നടന്നിട്ടുണ്ടോ? ശക്തമായ ബഹുജന സമ്മർദ്ദങ്ങൾ ഉണ്ടായപ്പോൾ അതെല്ലാം പിൻവലിച്ചു എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ആ ഉത്തരവാദിത്വത്തിൽ നിന്ന് ആർക്കെങ്കിലും ഒഴിഞ്ഞു മാറാൻ കഴിയും എന്നുള്ളതല്ല. മോഷ്ടാവിനെ കയ്യോടെ പിടികൂടുമ്പോൾ മോഷണ വസ്തു നിങ്ങൾ എടുത്തോ, ഞാൻ കുറ്റവാളിയല്ലല്ലോ എന്ന് പറയുന്നതിന് തുല്യമായി തീരും അത്തരം കാര്യങ്ങളെല്ലാം. അത് നമുക്ക് നിയമപരമായി അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മന്ത്രിസഭാ ഉപസമിതി പരിശോധിക്കുന്ന ഇത്തരം കാര്യങ്ങളെല്ലാമാണ്. കേരളത്തിലെ ജനങ്ങൾ അഴിമതിക്കെതിരായി ഒരു വിധി എഴുത്ത് നടത്തിയതാണ്. ആ അഴിമതി പട്ടികയിൽ ഇതെല്ലാം വരുന്നുണ്ടോ? അഴിമതി അടിസ്ഥാനപ്പെടുത്തിയാണ് ഇത്തരം കാര്യം ചെയ്തത്. ഇതിനെക്കുറിച്ചെല്ലാമാണ് ബന്ധപ്പെട്ട വകുപ്പുകളുമായി എല്ലാം ബന്ധപ്പെട്ട് 2016 ജനുവരി 1 മുതൽ UDF ഗവൺമെൻറ് പുറപ്പെടുവിച്ച ഉത്തരവുകളെക്കുറിച്ച് സമഗ്രമായി പരിശോധിക്കാൻ ഒരു ഉപസമിതിയെ തീരുമാനിച്ചിട്ടുള്ളത്. ആ ഉപസമിതി പരിശോധിക്കും. കേവലം രാഷ്ട്രീയ പ്രേരിതം എന്ന തരത്തിലേക്കൊന്നുമല്ല ഈ കാര്യത്തിൽ സുതാര്യമായി സത്യസന്ധമായി പരിശോധന നടത്തി ഈ കാര്യത്തിൽ എന്തെല്ലാം വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്, ആ കാര്യങ്ങളിൽ തുടർ നടപടികൾ എന്തെല്ലാം വേണം, അതായിരിക്കും മന്ത്രിസഭാ ഉപസമിതി ക്യാബിനറ്റ് മുമ്പാകെ കൊണ്ടുവരാൻ പോവുക. കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഭൂമിയാണ്. വ്യക്തമാണ് ശ്രീ പി പ്രസാദ്. ഞാൻ താങ്കളിലേക്ക് അബ്ദുറഹ്മാൻ രണ്ടത്താണി ഒപ്പം ശ്രീ ജോസഫ് വാഴക്കൻ എന്നിവർ കൂടി ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, മുൻ റവന്യൂ മന്ത്രിയുടെ അടൂർ പ്രകാശിന്റെ ആദ്യ പ്രതികരണം തന്നെ വിവാദ ഉത്തരവുകൾക്ക് പിന്നിൽ ആരാണെന്നും ഏത് വകുപ്പാണെന്നും അന്വേഷണത്തിലൂടെ അറിയാം, എന്നെ മാത്രം ബലിയാടാക്കരുത്, മാന്യതയുടെയും മുന്നണി മര്യാദയുടെയും പേരിൽ ഞാനിപ്പോൾ മിണ്ടാതിരിക്കുന്നു എന്നേ ഉള്ളൂ. നേരത്തെ ഈ വിവാദം ഉയർന്ന ഘട്ടത്തിലും ആരാണ് ഇതിൻ്റെ പിന്നിലെന്ന് പിന്നീട് നിങ്ങൾക്കറിയാം, ഞാനല്ല എന്ന് അടൂർ പ്രകാശ് വ്യക്തമാക്കിയിരുന്നു. ഇവിടെ ഘടകകക്ഷി എന്നൊരു പരാമർശം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്ന് നടത്തിയിരിക്കുന്നു. വ്യവസായ വകുപ്പ് കഴിഞ്ഞ സർക്കാരിൽ കൈകാര്യം ചെയ്തത് മുസ്ലിം ലീഗാണ്. ലീഗിൻ്റെ നേതാക്കൾ പേടിക്കണോ? വ്യവസായ മന്ത്രിയായിരുന്ന കുഞ്ഞാലിക്കുട്ടി പേടിക്കണോ? അല്ല, ഈ മടിയിൽ കനമുള്ളവർക്കല്ലേ വഴിയിൽ പേടിക്കേണ്ടതുള്ളൂ. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ ഒരു ഭയപ്പാടുമില്ല. നേരത്തെ ഇവിടെ ചർച്ചയിൽ പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ ഏത് കാര്യത്തെക്കുറിച്ചും സുതാര്യമായ ഒരു അന്വേഷണത്തോട് യാതൊരു വിയോജിപ്പുമുള്ളവരല്ല ഞങ്ങൾ. എന്ന് മാത്രമല്ല, കുഞ്ഞാലിക്കുട്ടി സാഹിബുമായി ബന്ധപ്പെട്ടുകൊണ്ട് പുത്തൻവേലിക്കര ഭൂമിയുടെ കാര്യത്തിൽ അന്ന് ക്യാബിനറ്റിൽ വന്ന ആ ഫയൽ തന്നെ പരിശോധിക്കുന്ന ഏതൊരാൾക്കും എങ്ങനെയാണ് അദ്ദേഹം അത് കൈകാര്യം ചെയ്തത് എന്ന് കൃത്യമായി കാണാൻ കഴിയും. അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായമല്ല ക്യാബിനറ്റ് നോട്ടിൽ വന്നിട്ടുള്ളത്. അദ്ദേഹം അതിൽ ചോദിച്ചത് തന്നെ നിയമങ്ങൾ കൈവശം വെക്കാവുന്ന ഭൂപരിധിയിൽ ഇളവ് നൽകാമോ എന്നാണ് ഒരു ചോദ്യം. 1962 ഭൂപരിഷ്കരണ നിയമം അനുസരിച്ച് ഇളവ് നൽകാമോ എന്നാണ് ക്യാബിനറ്റിനോട് ചോദിക്കുന്നത്. മറ്റൊന്ന്, പാർക്ക് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന പ്രദേശത്തിന് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ആ ഭൂമി അതിന് തൊട്ടു മുൻപുള്ള സർക്കാർ അതിലെ നിയമവിരുദ്ധമായ ബിനാമി ഇടപാടുകൾ കൂടി ചൂണ്ടിക്കാണിച്ച് ഏറ്റെടുത്ത ഭൂമിയാണ്, മിച്ചഭൂമിയായി ഏറ്റെടുത്ത ഭൂമിയാണ്. അതല്ലാതെ ഒരു വ്യവസായ സംരംഭകൻ സാധാരണ നിലയിൽ അദ്ദേഹത്തിന്റെ പദ്ധതിയുമായി വന്ന് ചോദിക്കുന്ന ഭൂമിയല്ല. അല്ല, അതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അദ്ദേഹത്തിന് മുമ്പിൽ വരുന്ന സമയത്ത് ഇത് കൃഷി പ്രോപ്പർട്ടി ഡെവലപ്മെന്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിന്റെ പേരിൽ ആ ഭൂമിയിൽ ഏകദേശം ഒരു വലിയ ഒരു IT കമ്പനി തുടങ്ങുക എന്നുള്ള ഉദ്ദേശ ലക്ഷ്യത്തോടു കൂടിയാണ് അദ്ദേഹത്തിന് മുമ്പിലെത്തുന്നത്. അല്ലാതെ അദ്ദേഹത്തിന് മറ്റൊരു രീതിയിലല്ല. കാരണം 3000 ഏകദേശം 3000-ഓളം 2000-നും 3000-നും ഇടയിൽ ആളുകൾക്ക് ജോലി ലഭിക്കാവുന്ന 1200 കോടിയിൽ പരം രൂപ നിക്ഷേപിക്കുന്ന ഒരു IT പ്രൊജക്ട് കേരളം. അല്ല ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, ഞാൻ തടസ്സപ്പെടുത്തുകയല്ല. ഒന്ന്, നിയമം ലംഘിക്കാതെ, നെൽവയൽ നീർത്തട സംരക്ഷണ നിയമം അടക്കമുള്ള നിയമങ്ങൾ ലംഘിക്കാതെ അവിടെ ഒരു കൺസ്ട്രക്ഷനും പറ്റില്ല എന്നുള്ളത് ആദ്യത്തെ കാര്യം. അതവിടെ നിൽക്കട്ടെ. ഇങ്ങനെ ഒരു അപേക്ഷ കൊണ്ടുവരുന്നത് തന്നെ വേറെ ബിനാമി ഇടപാടുകൾ മറയ്ക്കാനാണ്. ഈ അപേക്ഷ ബോണഫൈഡ് അല്ല എന്ന് കണ്ടെത്തിയത് ഈ സർക്കാർ തന്നെയാണ്. ഇതേ സർക്കാരിൻ്റെ റവന്യൂ വകുപ്പ് TO സൂരജ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഉത്തരവിട്ടതാണ് ഈ അപേക്ഷ പരിഗണിക്കാനേ പാടില്ല, ഈ അപേക്ഷ തന്നെ വസ്തുതാപരമല്ല എന്ന്. നോക്കൂ, ആ പദ്ധതിയാണ് നിങ്ങൾ 2000 പേർക്ക് ജോലി കൊടുക്കും, ഇതൊരു IT പദ്ധതി അല്ലേ എന്ന് പറഞ്ഞ് സർക്കാർ ഇറങ്ങാൻ 1 മാസം മാത്രമുള്ളപ്പോൾ കൊണ്ടുവരുന്നത്. അല്ല, ഇതില് സർക്കാർ അങ്ങനെ 22/8/2005 ഒരു ഉത്തരവ് തന്നെയുണ്ട്. വ്യവസായം, അതുപോലെ തന്നെ മെഡിക്കൽ സയൻസ്, വിദ്യാഭ്യാസം, ടൂറിസം,
IT തുടങ്ങിയ മേഖലകളിലൊക്കെ ഇത്തരം ഭൂമികൾ വിനിയോഗിക്കുന്നതിന് സർക്കാർ അനുമതി നൽകാവുന്ന രീതിയിൽ കഴിഞ്ഞ കാലങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. ആ രീതിയിൽ നൽകാമോ എന്നൊരു വ്യവസായ മന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തിന് മുമ്പിൽ നിരന്തരമായി ഒരു അപേക്ഷ വരുമ്പോൾ ആ കാര്യത്തിൽ ചെയ്യേണ്ട തീരുമാനം എന്താണ്? ആ തീരുമാനം ക്യാബിനറ്റിൽ കൊടുക്കുന്നു, ഇത് അനുമതി നൽകാമോ എന്ന്. ആ രണ്ട് കാര്യങ്ങൾ ചോദിച്ചുകൊണ്ട് മാത്രമാണ് അദ്ദേഹം ചോദിക്കുന്നത്. ശരി, പൊതു ആവശ്യം എന്ന നിർവചനത്തിൽ വരുന്ന പദ്ധതികൾക്കാണ് ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി താങ്കൾ ഈ പറയുന്ന ഇളവുള്ളത്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ജോസഫ് വാഴക്കൻ, രമേശ് ചെന്നിത്തല തന്നെ UDFന്റെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന്റെ കാരണങ്ങളിൽ ഒന്നായി അവസാന മന്ത്രിസഭാ യോഗങ്ങളിൽ എടുത്ത തീരുമാനങ്ങളെ ചൂണ്ടിക്കാണിച്ചിരുന്നു. ഇപ്പോൾ പുതിയ സംസ്ഥാന സർക്കാർ അവയെല്ലാം പരിശോധിക്കുകയാണ്. അവയിൽ ക്രമക്കേടുകൾ ഉണ്ട് എന്ന് പുതിയ സർക്കാരിന് ബോധ്യപ്പെട്ടിരിക്കുകയാണ്. കഴിഞ്ഞ സർക്കാരിന്റെ ഭാഗമായിട്ടുള്ള മന്ത്രിമാരായിരുന്നിട്ടുള്ള ആളുകൾ വെള്ളം കുടിക്കേണ്ടി വരുമോ? അതിനകത്ത് അവസാന കാലത്ത് എടുത്ത തീരുമാനങ്ങൾ അത് തെറ്റായിരുന്നുവെന്നും അതിൽ അഴിമതിയുണ്ട് എന്നുള്ള രീതിയിലുള്ള വ്യാപകമായ പ്രചരണം നടന്നു. ആ പ്രചരണം ഗവൺമെന്റിനെയും ഈ തെരഞ്ഞെടുപ്പിൽ UDFനെയും ബാധിച്ചു എന്നാണ് രമേശ് ചെന്നിത്തല പറഞ്ഞതിനടുത്ത. പക്ഷെ അതിനകത്ത് ശരിയുണ്ടായിരുന്നോ തെറ്റുണ്ടായിരുന്നോ, അത് അഴിമതി ആയിരുന്നോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെയൊക്കെ സംബന്ധിച്ച് നിയമസഭയുടെ ഇപ്പൊ അവരുടെ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടല്ലോ, അവരന്വേഷിക്കട്ടെ, അവർ പരിശോധിക്കട്ടെ, അതിനകത്ത് നിയമവിരുദ്ധമായ വല്ലതും ഉണ്ടെങ്കിൽ അതിനെ കണ്ടുപിടിക്കട്ടെ, അതിനുവേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കട്ടെ. അതിന് ഞങ്ങൾക്ക് ആർക്കും ഒരു എതിരുമില്ല. ഞാൻ വിശ്വസിക്കുന്നത് അതിനെക്കുറിച്ചുള്ള ഇപ്പോൾ ഇത് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഒരു വലിയ പ്രചരണം നടത്തി ഒരു പുകമറ സൃഷ്ടിച്ചിരിക്കുന്നത് കൊണ്ട് അതിന്റെ ബാക്കി ഭാഗം എന്നുള്ള നിലയിൽ പെട്ടെന്ന് ഇതെല്ലാം പ്രശ്നങ്ങളാണ് എന്നുള്ളതൊക്കെ പൊതുവായി പറയുന്നു എന്നുള്ളതല്ലാതെ. അല്ല, ഇത് പുകമറയാണോ ശ്രീ ജോസഫ് വാഴക്കൻ? യഥാർത്ഥത്തിൽ വീഴ്ചയില്ലാതെ ആർക്കെങ്കിലും വീഴ്ച പറ്റി എന്ന് സ്ഥാപിക്കാൻ ആകുമോ? എന്ന് മാത്രമല്ല, നിങ്ങളുടെ സ്വന്തം പാർട്ടിയിലെ നേതാക്കൾ തന്നെയാണ് ഇത് തീവെട്ടിക്കൊള്ളയാണെന്ന് ചൂണ്ടിക്കാണിച്ചതും. അല്ല, ഞാൻ പറഞ്ഞാൽ അതിന്റെ യാഥാർത്ഥ്യങ്ങൾ എന്താണ് എന്നുള്ളത് പുറത്തു വരണം. പുറത്തു വന്നു കഴിയുമ്പോൾ മാത്രമേ ഇത് എന്താണെന്ന് പറയാനാകൂ. ഞാൻ പറഞ്ഞാൽ ഇതിനകത്ത് നിയമവിരുദ്ധമായി ചെയ്തിട്ടുണ്ട്, അതിനകത്ത് ചെയ്തിട്ടുള്ളത് ശരിയല്ല എങ്കിൽ തീർച്ചയായിട്ടും അതിന്റെ നടപടികളിലേക്ക് പോകാം. ഇവിടെ ആർക്കും അതിനെതിരല്ല. പക്ഷേ അത് തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നടത്തുന്ന പ്രചരണങ്ങൾ അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളെക്കുറിച്ച് മാത്രമാണ് പ്രചരണങ്ങൾ നടത്തുന്നുള്ള വിശ്വാസം എനിക്കില്ല. ശരി, അതാണ് താങ്കളുടെ അക്കാര്യത്തിൽ നിലപാട്. TN പ്രതാപൻ, ഇതിന് പ്രചാരണം എന്ന് വിശേഷിപ്പിക്കാവുന്ന പ്രാധാന്യമേ ഉള്ളോ? പുത്തൻവേലിക്കരയിലെയും മാളയിലെയും ഭൂമിയുടെ കാര്യത്തിൽ താങ്കൾക്ക് നേരിട്ടുള്ള അറിവുണ്ട്. അതേമാതിരി തന്നെയാണ് മെത്രാൻ കായലിലെ നിർദ്ദിഷ്ട പദ്ധതി പ്രദേശവും. ഈ പ്രദേശങ്ങളിൽ കൃഷിയല്ലാതെ മറ്റൊന്നും സാധ്യമല്ല എന്നും ഇവിടെ ഈ നിർദ്ദിഷ്ട പദ്ധതികൾ അനുവദിക്കരുതെന്നും ഇതേ സർക്കാർ തന്നെ, ഇതേ റവന്യൂ വകുപ്പ് തന്നെ മുൻപ് നിലപാടെടുത്തിട്ടുള്ളതും അത് ഉത്തരവായി ഇറങ്ങിയിട്ടുള്ളതുമാണ്. താങ്കൾക്ക് ആ ഉത്തരവിൻ്റെ പകർപ്പുണ്ട് താനും. അതുകൊണ്ട് ഇതൊക്കെ പ്രചാരണമാണ്, പുകമറയാണ്, അവസാന കാലത്ത് വന്നതുകൊണ്ട് വിവാദമായതാണ് എന്നൊക്കെ പറയുന്നതിൽ വല്ല അർത്ഥവുമുണ്ടോ? ജോസഫ് വാഴക്കൻ പറഞ്ഞത് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ്. അദ്ദേഹം കൃത്യമായും പറഞ്ഞത് പ്രചരണം ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതുകൂടി അന്വേഷിച്ചോട്ടെ, അന്വേഷിച്ചിട്ട് എന്തെങ്കിലും കുറ്റോ കുറവോ ഉണ്ടെങ്കിൽ അതിന് ഞങ്ങൾക്കൊരു ഭയവുമില്ല എന്ന് പറഞ്ഞ് വളരെ സതുദ്ദേശത്തോടു കൂടി തന്നെയാണ് അതിനെ കാണേണ്ടത്. അതോടൊപ്പം അഭിലാഷ് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, ഇപ്പോൾ ഈ സന്തോഷ് മാധവന്റെ എന്ന് പറഞ്ഞ പഴയ സന്തോഷ് മാധവന്റെ ഭൂമി സർക്കാരിൻ്റെ റവന്യൂ പുറമ്പോക്ക് ഭൂമിയായി കൃത്യമായും അസൈൻ ചെയ്ത ഭൂമി ഞാൻ MLA ആയിരുന്ന എൻ്റെ നിയോജക മണ്ഡലത്തിലെ മാളയിലെ പുത്തമേലിക്കര വില്ലേജിലും PD സതീശന്റെ പറവൂർ നിയോജക മണ്ഡലത്തിലെ പുത്തമേലിക്കര, എൻ്റെ മണ്ഡലത്തിലെ മടത്തുമടി വില്ലേജിലും സതീശന്റെ മണ്ഡലത്തിലെ പുത്തമേലിക്കര വില്ലേജിലും ഒക്കെ ഉണ്ടായിരുന്ന ഭൂമി പൂർണ്ണമായും അത് കൃഷിഭൂമിയാണെന്നും അത് റവന്യൂ പുറമ്പോക്ക് ലാൻഡാണെന്നും എനിക്കും സതീശനും ഉൾപ്പെടെ പൂർണ്ണമായും ബോധ്യമുള്ളതാണ്. അതേപോലെ തന്നെയാണ് മെത്രാൻകായലിലെ സ്ഥലം, അത് ഒരു കാരണവശാലും കൃഷിക്ക് പറ്റിയ ഭൂമിയാണ്, അത് വ്യവസായത്തിന് പറ്റിയ ഭൂമിയല്ല. കേരള നിയമസഭ പാസാക്കിയ നിലവയർ തണ്ണീർത്തട നിയമപ്രകാരം അത് ഒരു കാരണവശാലും പരിവർത്തനം വരുത്താൻ കഴിയുന്നതല്ല. ഇതേപോലെ തന്നെ LDF ഗവൺമെന്റിന്റെ കാലത്ത് വ്യവസായ മേഖലയായി പ്രഖ്യാപിച്ച് അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അന്നത്തെ പത്തനംതിട്ട MLA രാജഗോപാലന്റെ അഭ്യർത്ഥന മാനിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് അച്യുതാനന്ദൻ ശുപാർശ ചെയ്ത് കൊടുത്ത നമ്മുടെ ആറന്മുള വിമാനത്താവളത്തിന്റെ ഭൂമിയുടെ കാര്യത്തിലും ഈ നിലപാടുണ്ട്. മെത്രാൻകായലിന്റെ കാര്യത്തിൽ കഴിഞ്ഞ LDF ഗവൺമെന്റിന്റെ കാലത്ത് അല്ല, ഇത് TN പ്രതാപൻ ഞാൻ ചോദിക്കുന്നത്, ഒരു പദ്ധതി വന്നു, ആ പദ്ധതി കുറെ ആളുകൾക്ക് തൊഴിൽ കൊടുക്കും, ആ അർത്ഥത്തിൽ ഈ പദ്ധതിക്ക് മന്ത്രിസഭ അനുമതി നൽകാം എന്ന ഉദ്ദേശത്തിൽ എടുത്ത തീരുമാനം അല്ലല്ലോ ഇത്.
ഞാൻ ആവർത്തിച്ച് ചൂണ്ടിക്കാണിക്കുന്നത് ഇതേ സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥർക്ക്, താഴെത്തലം മുതൽ റവന്യൂ സെക്രട്ടറി വരെയുള്ള ഉദ്യോഗസ്ഥർക്ക് ഈ പദ്ധതി പ്രദേശങ്ങളിൽ ഈ പദ്ധതി സാധ്യമല്ല എന്ന ഉറച്ച നിലപാടുണ്ടായിരിക്കെ, അതിന് രേഖാമൂലമുള്ള ഉത്തരവുകൾ ഉണ്ടായിരിക്കെ, ഒരു മന്ത്രിസഭ അതിൻ്റെ പ്രവർത്തന കാലാവധി അവസാനിക്കാൻ ദിവസങ്ങൾ മാത്രമുള്ളപ്പോൾ ആ പദ്ധതികൾ അനുവദിച്ചുകൊണ്ട് ഉത്തരവിറക്കുകയാണ്. പ്രഥമ ദൃഷ്ട്യാ തന്നെ അതിൽ ക്രമക്കേടില്ലേ? തീർച്ചയായിട്ടും അഭിലാഷേ, ആ ഉത്തരവ് തീർത്തും ശരിയായിരുന്നില്ല. കാരണം ഈ ഭൂമി, പ്രത്യേകിച്ചും സന്തോഷ് മാധവന്റെ പഴയ ഭൂമി, മിച്ചഭൂമിയായി വന്ന റവന്യൂ ഭൂമി, ആ ഭൂമിയുമായി ബന്ധപ്പെട്ട് നേരത്തെ ലാൻഡ് റവന്യൂ കമ്മീഷണറായ ടി.ഒ. സൂരജ് ഉൾപ്പെടെയുള്ളവരുടെ റിപ്പോർട്ടുണ്ട്. അത് പുത്തമേലിക്കര വില്ലേജ് ഓഫീസറും പറവൂർ തഹസിൽദാരും എറണാകുളം ജില്ലാ കളക്ടറും അതേപോലെ തന്നെ ഈ മടത്തുമടി വില്ലേജ് ഓഫീസറും കൊടുങ്ങല്ലൂർ തഹസിൽദാരും തൃശ്ശൂർ ജില്ലാ കളക്ടറും ഉൾപ്പെടെയുള്ള ആളുകൾ അവർ നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ലാൻഡ് റവന്യൂ കമ്മീഷണർ നൽകിയ ഫയലുണ്ട്. ആ ഫയലിൽ ഈ പ്രോജക്റ്റ് റിജക്ട് ചെയ്തിട്ടുള്ളതാണ്. സ്വാഭാവികമായി അങ്ങനെ ഒരു ഫയൽ നിൽക്കുമ്പോൾ ആ ഫയൽ മറികടന്നുകൊണ്ട് ഇത് ഈ IT വ്യവസായത്തിന് പ്രാരാബ്ധമായതാണ് എന്ന് പറഞ്ഞ് ഈ ഭൂമി, റവന്യൂ പുറമ്പോക്ക് ഭൂമി വധിച്ചു കൊടുക്കാനെടുത്ത തീരുമാനം തീർത്തും തെറ്റാണ്. അഴിമതിയാണ് എന്ന് പറയും. തെറ്റും അഴിമതിയും തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്ന് നമുക്ക് പരിശോധിക്കാം. ശ്രീ MT രമേശ്, LDFിൻ്റെ പ്രകടന പത്രിക തന്നെ വാഗ്ദാനം ചെയ്തിരുന്ന ഒരു കാര്യം, മുൻ സർക്കാരിൻ്റെ കാലത്ത്, അവസാന കാലത്ത് ഇറങ്ങിയിട്ടുള്ള വിവാദമായ ഉത്തരവുകൾ പുനഃപരിശോധിക്കും എന്നും ഇത് സംബന്ധിച്ചൊരു ധവളപത്രം ഇറക്കും എന്നാണ്. അവർ അധികാരത്തിൽ എത്തിയ ഉടൻ ആ വിവാദ ഉത്തരവുകൾ പരിശോധിക്കാൻ ഒരു മന്ത്രിസഭാ ഉപസമിതിയെ നിയോഗിച്ചിരുന്നു. ആ ഉപസമിതി കഴിഞ്ഞ സർക്കാരിൻ്റെ അവസാന നാളുകളിൽ ഇറങ്ങിയ ഉത്തരവുകൾ ക്രമം വിട്ടുള്ളതാണ് എന്ന് കണ്ടെത്തിയിരിക്കുന്നു. അതായത് 5 കൊല്ലം കൂടുമ്പോൾ സർക്കാർ മാറുമ്പോൾ ഏതെങ്കിലും തരത്തിലുള്ള ഒത്തുതീർപ്പുകൾ, ഇക്കാര്യത്തിൽ ഇനി യാതൊരു കള്ളക്കളിയും ഉണ്ടാകില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണോ? എങ്ങനെ ഈ ഉത്തരവിറങ്ങി എന്നുള്ളത് കണ്ടുപിടിക്കപ്പെടുമെന്ന ശുഭപ്രതീക്ഷ താങ്കൾക്കുണ്ടോ? കണ്ടുപിടിക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആവശ്യം. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാര്യത്തിൽ ആദ്യം സ്വീകരിച്ച നിലപാടുകൾ സ്വാഗതാർഹമാണ്. അത് സ്വാഗതം ചെയ്യുന്നതിൽ എനിക്ക് വിമുഖതയൊന്നുമില്ല. അവർ മന്ത്രിസഭാ ഉപസമിതി ഉണ്ടാക്കിയത് പരിശോധിച്ചു. ഇനിയിപ്പോൾ ഒരു കാര്യം ബോധ്യപ്പെട്ടിരിക്കുന്നു, ഇത് ക്രമക്കേടുകൾ ഉള്ളതാണ്, ക്രമവിരുദ്ധമാണ്. ഇനി ക്രമവിരുദ്ധമായിട്ടുള്ള ഇത്തരം തീരുമാനങ്ങൾ എടുത്തത് ഏതെങ്കിലും ഉദ്യോഗസ്ഥ തലത്തിലല്ല, അത് മന്ത്രിസഭാ തലത്തിലാണ്. അപ്പോൾ ബന്ധപ്പെട്ട മന്ത്രിമാർക്ക് ഇതിൽ കൃത്യമായിട്ടുള്ള പങ്കാളിത്തമുണ്ട്. അതുകൊണ്ട് ഇനി അന്വേഷണം പോകേണ്ടത് UDF ഗവൺമെന്റ് കാലത്തെ ബന്ധപ്പെട്ട മന്ത്രാലയങ്ങളുടെ ചുമതല വഹിച്ചിട്ടുള്ള വകുപ്പ് മന്ത്രിമാർക്കെതിരായാണ്. ഉദാഹരണമായിട്ട് റവന്യൂ വകുപ്പ് മന്ത്രിക്കെതിരായിട്ടുള്ള അന്വേഷണത്തിന്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ അന്വേഷണം എങ്ങനെ എത്തുമെന്നതിനെ സംബന്ധിച്ചാണ് ഇനി ഭാവിയിൽ കാര്യങ്ങൾ നാം കാത്തിരുന്ന് കാണേണ്ടത്. ഈ കാര്യത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് ആത്മാർത്ഥ കാണിക്കേണ്ടത് ക്രമവിരുദ്ധമായി, നിയമവിരുദ്ധമായി അഴിമതിക്ക് കൂട്ടുനിൽക്കാൻ തീരുമാനമെടുത്ത അന്നത്തെ ക്യാബിനറ്റിനെതിരെയും ആ ക്യാബിനറ്റിൽ ഈ കാര്യങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ള വകുപ്പ് മന്ത്രിമാർക്കും അതിന് കൂട്ടുനിന്ന മുഖ്യമന്ത്രിക്കുമെതിരായിട്ടുള്ള അന്വേഷണം ഉണ്ടോ ഇല്ലയോ എന്നതിനെ ആശ്രയിച്ചാണ് ഇനിയുള്ള ആത്മാർത്ഥയെ സംബന്ധിച്ച് നമ്മൾ പറയേണ്ടത്. ശരി, തുടരുക. പക്ഷേ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വ്യവസായ വകുപ്പ് വഴിയാണ് ഈ പുത്തൻവേലിക്കര മാള ഫയൽ മന്ത്രിസഭയിലെത്തുന്നത് ഔട്ട് ഓഫ് അജണ്ടയായി. അവിടെ PK കുഞ്ഞാലിക്കുട്ടിയുടെ ഇനീഷ്യേറ്റീവായിരുന്നു. നമ്മൾ അവസാന മന്ത്രിസഭാ യോഗങ്ങൾ ചേരാൻ ആകെ എടുത്ത സമയവും ഉണ്ടായിട്ടുള്ള മൊത്തം തീരുമാനങ്ങളും പരിശോധിച്ചാൽ ഒരു തീരുമാനമെടുക്കാൻ 2 മിനിറ്റിൽ താഴെയേ സമയമെടുത്തിട്ടുള്ളൂ എന്ന് കാണാം. അങ്ങനെ കൂട്ടത്തോടെ തീരുമാനമെടുക്കുകയായിരുന്നു. അതിൽ ആരുടെയൊക്കെ താല്പര്യങ്ങൾ ഏതൊക്കെ നിലയ്ക്ക് വന്നിട്ടുണ്ട് എന്ന് പരിശോധിക്കുമ്പോൾ മുൻ സർക്കാരിൽ മന്ത്രിമാരായിരുന്നവർക്ക് വിയർക്കേണ്ടി വരില്ലേ? കാരണം ഇത് താഴെത്തട്ടിൽ ഉദ്യോഗസ്ഥ തലത്തിൽ ഉണ്ടായിട്ടുള്ള തീരുമാനമല്ലല്ലോ, മന്ത്രിസഭാ തലത്തിലെടുത്ത തീരുമാനങ്ങളെക്കുറിച്ചാണ് ഇപ്പോൾ പരിശോധന നടക്കുന്നത്. ഈ റദ്ദാക്കിയ മന്ത്രിസഭയുടെ തീരുമാനത്തിൽ തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡിന് മുമ്പിൽ ബോർഡ് രൂപീകരിക്കാനാണ് പറയുന്നത്. ആ ബോർഡ് എന്ന് പറയുന്നത് മന്ത്രിസഭയല്ല. ആ ബോർഡ് എന്ന് പറയുന്നത് ബന്ധപ്പെട്ട എല്ലാ വകുപ്പുകളുടെയും സെക്രട്ടറിമാരടക്കമുള്ളവർ ഉൾക്കൊള്ളുന്ന ഉയർന്ന IAS ഓഫീസർമാർ, ജില്ലാ കലക്ടർ അടക്കമുള്ളവർ അതിൽ അംഗങ്ങളാണ്. അങ്ങനെയുള്ളൊരു ബോർഡാണ് അതിനെ പരിശോധിക്കേണ്ടത്. ആ ബോർഡ് പരിശോധിക്കുമ്പോൾ അവർ തണ്ണീർത്തട നിയമങ്ങൾ പരിശോധിക്കാൻ വരെ ബാധ്യസ്ഥരാണ്. എല്ലാ നിയമങ്ങളും കൃത്യമായി പാലിച്ചതിന് ശേഷമേ അവർക്ക് ക്ലിയറൻസ് കൊടുക്കാൻ കഴിയൂ. അല്ലാതെ അങ്ങനെ ഒരു തെറ്റായ വഴിക്കുള്ള ഒരു കാര്യത്തിനും ക്ലിയറൻസ് കൊടുക്കാൻ കഴിയില്ല. മന്ത്രിസഭ എടുക്കാൻ വെക്കുന്ന തീരുമാനത്തിൽ പോലും അന്നുണ്ടായ തീരുമാനം സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ബോർഡ് രൂപീകരിക്കണം.
അവർ രൂപീകരിച്ചിട്ട് അവരാണ് ഇതിനെക്കുറിച്ച് അന്തിമ തീരുമാനമെടുക്കേണ്ടത്. അല്ലാതെ ഏതെങ്കിലും ഒരു ഏജൻസിക്ക് ഭൂമി അങ്ങ് പതിച്ചു കൊടുക്കാൻ മന്ത്രിസഭ എടുത്തൊരു തീരുമാനമല്ല. എന്നിട്ട് പോലും ഇതൊരു വിവാദമാകുന്നു. ഇത് അനാവശ്യമായ വിവാദത്തിലേക്ക് കൊണ്ടുപോകേണ്ടതില്ല എന്ന് കാണുമ്പോൾ മന്ത്രിസഭ ഇത് റദ്ദാക്കുകയും ചെയ്യുന്നു. അതല്ലാതെ ഈ രീതിയിൽ ഇതിനൊരു തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് ഗവൺമെന്റ് ആർക്കൊക്കെയോ ഇത് പതിച്ചു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ തീരുമാനമെടുത്തിട്ടില്ല. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്ക് വിശ്വാസമുണ്ട് വിജിലൻസ് കോടതിയല്ല ഏത് കോടതിയുടെ മുമ്പിൽ വന്നാലും സുതാര്യമായ പരിശോധനയ്ക്ക് വിധേയമാക്കിയാൽ ഇതിൽ തീർച്ചയായും ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും എന്ന് വിശ്വസിക്കുന്നവരാണ് ഞങ്ങൾ. ശരി, അതാണ് മുസ്ലിം ലീഗിന്റെ വിശ്വാസം. ശ്രീ പി പ്രസാദ്, ഒന്ന്, ഈ രണ്ട് പദ്ധതികളും കഴിഞ്ഞ LDF സർക്കാരിന്റെ കാലത്ത് തന്നെ ആലോചിക്കപ്പെട്ട പദ്ധതികളാണ്. ഈ പദ്ധതികളുടെ പ്രൊമോട്ടർമാരുടെ കാര്യമാണ് ഞാൻ പറയുന്നത്. അതിനുശേഷം ആ നിലം ഇങ്ങനെ ഇട്ടിരിക്കുകയായിരുന്നു, അവിടെ കൃഷി ചെയ്യാനുള്ള നിർദ്ദേശങ്ങളൊക്കെ വന്നിരുന്നു എങ്കിലും ഈ സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് അത് ആ നിലങ്ങളിൽ കൃഷി ചെയ്യാം എന്ന ഒരു തീരുമാനം വരുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഔട്ട് ഓഫ് അജണ്ടയായി കാര്യങ്ങൾ മന്ത്രിസഭയിൽ എത്തിച്ച് തീരുമാനം എടുക്കുന്ന ഏർപ്പാട് ഇനി ഉണ്ടാകില്ല എന്ന ഒരു തീരുമാനവും മന്ത്രിസഭയിൽ നിന്ന് വരുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ആവർത്തിക്കാതിരിക്കാനുള്ള ഒരു ജാഗ്രത പുതിയ സർക്കാർ കാണിക്കുന്നു എന്നാണോ മനസ്സിലാക്കേണ്ടത്? ഇത് 5 വർഷവും തുടരാനിടയുണ്ടോ? തീർച്ചയായിട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ഇക്കാര്യത്തിൽ എന്താണ് നിലപാട് എന്ന് നേരത്തെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഔട്ട് ഓഫ് അജണ്ടയായിട്ടൊരു കാര്യം വന്നാൽ ബന്ധപ്പെട്ട വകുപ്പുകളൊന്നും അറിയണമെന്നേ ഇല്ല. ആ വകുപ്പ് പ്രത്യേകമായി കൊണ്ടുവരികയാണ്. ഇതൊക്കെ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവന്നതൊക്കെയുള്ള വളരെ സംശയത്തിന് നിലയിൽ നിൽക്കുന്ന കാര്യങ്ങളാണ്. അതെല്ലാമാണ് ഇപ്പോൾ മന്ത്രിസഭാ ഉപസമിതി പരിശോധിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങേയറ്റത്തെ റിയൽ എസ്റ്റേറ്റ് കച്ചവടമാണ്. 1-2 ഇനത്തിൽ മാത്രമല്ല, റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട എത്ര ഉത്തരവുകളാണ്, എത്ര പേർക്കാണ് ചോദിക്കുന്നവർക്കെല്ലാം കൊടുക്കുകയായിരുന്നു. എല്ലാവർക്കും ഭൂമി വെച്ച് കൊടുക്കുകയാണ്. ഇതിനെല്ലാം മറയിടാൻ വേണ്ടിയിട്ട് ചില സമുദായ സംഘടനകൾ അടക്കമുള്ള മത സംഘടന അടക്കമുള്ളവർക്കെല്ലാം ഭൂമി കൊടുത്തുകൊണ്ടാണ് വമ്പൻ തട്ടിപ്പിനെ മറയിടാൻ വേണ്ടി ശ്രമിച്ചതെല്ലാം. അവരെല്ലാവരും ഇപ്പോൾ വന്നിട്ട് ഞങ്ങളെല്ലാം മാന്യന്മാരാണ് എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഒന്നും പറയുന്നില്ല. മന്ത്രിസഭാ ഉപസമിതി അതെല്ലാം പരിശോധിക്കട്ടെ. സ്റ്റേറ്റിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വത്തെന്ന് പറയുന്ന ഈ ഭൂമിയുടെ കാര്യത്തിൽ ഇത്ര ലാഘവത്തോടു കൂടി ഈ 59 കൊല്ലം ഇത് നിൽക്കുന്നിടത്ത് ഇത്ര ലാഘവത്തോടു കൂടി കേരളത്തിൽ ഒരു ഗവൺമെൻറ്റും ഭൂമിയുടെ കാര്യത്തിൽ ഇടപെട്ടിട്ടില്ല എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അത്രമേൽ അഴിമതി ഇതുമായി ബന്ധപ്പെട്ട് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി പറയുന്നത് ഇക്കാര്യത്തിനകത്തെല്ലാം സുതാര്യമായ സത്യസന്ധമായ അന്വേഷണം ഉണ്ടാകും. ആരാണ് ഇതിൻ്റെ എല്ലാം പിന്നണിയിലും മുന്നണിയിലും പ്രവർത്തിച്ചത് അതൊക്കെ നിയമത്തിന് മുമ്പാകെ കൊണ്ടുവരേണ്ടതുണ്ട്. അതൊക്കെ വെളിവാവേണ്ടതുണ്ട്. 2009 ഈ പുത്തൻവേലിക്കരയിലെയും മടത്തുംപടിയിലെയും സന്തോഷ് മാധവനുമായി ബന്ധപ്പെട്ട ഭൂമിയുടെ കാര്യത്തിൽ LDFന്റെ കാലത്ത് മിച്ച ഭൂമിയായി പ്രഖ്യാപിച്ചതാണ്. അവർ ഹൈക്കോടതിയിൽ കേസുമായിട്ട് പോയതാണ്. കേസ് തള്ളിയതാണ്. ആ ഭൂമിയുടെ കാര്യത്തിലാണ് 2016 മാർച്ച് 2 റവന്യൂ വകുപ്പ് ഉത്തരവ് തയ്യാറാക്കുന്നത്. ഇത് അവിടെ കൊണ്ട് മാത്രം തീരുന്നില്ല. മെത്രാൻകായലിൻ്റെ കാര്യത്തിൽ മാത്രം തീരുന്നില്ല. 750ഓളം ഏക്കർ ഭൂമിയാണ് ഇടുക്കി ജില്ലയിൽ ഒരു തോട്ടത്തിന് ഹോപ്പ് പ്ലാന്റേഷൻ്റെ ബന്ധപ്പെട്ടിട്ട് 750 ഏക്കർ ഭൂമിയാണ് പതിച്ചു കൊടുക്കാൻ തീരുമാനിക്കുന്നത്. 83(1) വകുപ്പെന്ന് പറഞ്ഞാൽ ഭൂപരിഷ്കരണ നിയമത്തിനകത്ത് സർക്കാരിന് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഒരു ഇളവ് എന്ന് പറയുന്നത് ഏത് പൊതു ആവശ്യത്തിനാണ്? നമ്മുടെ നാട്ടിലെ സാധാരണക്കാരന് ഭൂമി പതിച്ചു കൊടുക്കാൻ സീറോ ലാൻഡ്ലെസ് പദ്ധതി പ്രഖ്യാപിച്ചിട്ട് സീറോ ലാൻഡ് പദ്ധതിയായിട്ട് അത് മാറിയില്ലേ? പാവങ്ങൾക്ക് കൊടുത്ത് വെള്ളക്കെട്ട് കൊടുത്തിട്ട് പാവങ്ങളെ പറ്റിച്ച അങ്ങനെയുള്ള ഒട്ടേറെ വിഷയങ്ങളുണ്ട്. ശ്രീ ജോസഫ് വാഴക്കൻ, ഈ വിവാദങ്ങളുടെ പുകമറ എന്നൊക്കെ പറയുമ്പോൾ ഇവിടെ ഈ സൂചിപ്പിക്കപ്പെട്ട പദ്ധതികൾ മിക്കവയും പരിസ്ഥിതി ദുർബല പ്രദേശത്തുള്ളവയാണ്. മെത്രാൻ കായൽ പോലെയുള്ള ഒരു തണ്ണീർത്തടത്തിലാണ് 7 സ്റ്റാർ റിസോർട്ടും ഗോൾഫ് കോഴ്സും ഒക്കെ പണിയുന്ന തരത്തിലുള്ള വലിയ ഒരു ടൗൺഷിപ്പ് പദ്ധതിക്ക് തത്വത്തിൽ അനുമതി കൊടുക്കുന്നത്. അത് എങ്ങനെ സാധ്യമാകും? ഏത് നിയമത്തിൻ്റെ ലംഘനമില്ലാതെയാണ് അങ്ങനെ ഒരു പദ്ധതി നടപ്പാക്കുക എന്നൊന്നും ആലോചിച്ചില്ല. അതുമാതിരിയാണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ കടമക്കുടിയിൽ മെഡിക്കൽ സിറ്റി സ്ഥാപിക്കുന്നതിനായി പാടം നികത്താനാണ് അനുമതി കൊടുത്ത് ഉത്തരവിറക്കിയത്. അത് പൊതു ആവശ്യ പട്ടികയിൽ പെടുത്തിയിട്ടാണ് അങ്ങനെ ഒരു ഇളവ് കൊടുക്കുന്നത്. ഇങ്ങനെ അവസാന കാലത്ത് എടുത്തിട്ടുള്ള തീരുമാനങ്ങളിൽ ഏതെങ്കിലും ഒന്നിൽ നിയമലംഘനമില്ല എന്ന് പറയാനാകുമോ? അല്ല, ഞാൻ ഈ ഇടതുപക്ഷ മുന്നണിയുടെ ഇപ്പോഴത്തെ ഈ ചാരിത്ര പ്രസംഗം കേൾക്കുമ്പോഴുള്ള കാര്യങ്ങൾ കേട്ട് എനിക്ക് അത്ഭുതം തോന്നുകയാണ്. ഈ ഇടതുപക്ഷ മുന്നണിയുടെ കാലഘട്ടത്തിലാണ് ഈ ആറന്മുള എയർപോർട്ടിനുള്ള ആ തണ്ണീർത്തട നികത്തുന്ന നിയമം ലംഘിച്ചുകൊണ്ടുള്ള ആ വലിയ നികത്തൽ നടന്നത്. ആശ്രമടി സിറ്റിക്ക് വേണ്ടിയിട്ട് ആ ഭൂമി മുഴുവൻ നികത്തത് ആ കാലഘട്ടത്തിലാണ്. അതുപോലെ എത്രയോ എണ്ണം ഞങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയും. അപ്പൊ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടന്നിട്ടുള്ളതാണ്. ഇപ്പോൾ ഞാൻ ഒരു കാര്യം പറയാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ ഒന്നിനെ മൂടി വെക്കാനോ ഒന്നിനെ വെള്ളപൂശാനോ ആഗ്രഹിക്കുന്നില്ല. എന്തെങ്കിലും നിയമവിരുദ്ധമായിട്ടുണ്ട് എങ്കിൽ, അതിനകത്ത് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ ആ തെറ്റുകൾ കണ്ടുപിടിക്കാനും അതിന്മേൽ ഏത് നടപടികൾ എടുക്കുന്നതിന് ഇവിടെ ആർക്കും ഒരു വിരോധവുമില്ല.
എന്റെ വിശ്വാസം ഉത്തമമായ ഒരു വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഗവൺമെന്റ് തീരുമാനങ്ങൾ എടുത്തതെന്നും അതിനകത്ത് അഴിമതിയോ മറ്റൊന്നുമില്ല എന്നുമാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇനി എന്തെങ്കിലും ഒരെണ്ണം ചൂണ്ടിക്കാണിക്കാൻ കഴിഞ്ഞാൽ കാണിക്കട്ടെ. അത് ഇപ്പൊ ചെയ്യുമെന്ന് പറയുന്നതിനേക്കാൾ അത് ചെയ്ത് കാണിക്കണം. ഇന്ന തെറ്റുകളുണ്ട്, അതിന് ഇന്ന കാര്യങ്ങൾ നടന്നു, വിശദീകരിക്കട്ടെ. വിശദീകരിക്കുമ്പോൾ അതിനുള്ള മറുപടി പറയാൻ മറ്റുള്ളവർക്കും അവസരം കിട്ടുമല്ലോ. അപ്പൊ ഞാൻ അതുവരെ ഇതിന്മേലുള്ള ഒരു അനാവശ്യമായ നമ്മുടെ ഭാവനാപൂർണമായിട്ടുള്ള പല നിഗമനങ്ങളും ശരിയാവില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതിനേക്കാൾ കൂടുതൽ അതിന്റെ ഡീറ്റെയിൽസ് അറിയില്ല. ശരി, അതെ, അങ്ങനെ താങ്കൾ സൂചിപ്പിക്കുമ്പോൾ ശ്രീ എം ടി രമേശ്, ഈ വിവാദം കഴിഞ്ഞ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെ ഉയർന്നപ്പോഴും റവന്യൂ മന്ത്രി വിശദീകരിച്ചത് ഇതിൻ്റെ വസ്തുതകൾ ഒക്കെ പുറത്തു വരും, അപ്പോൾ ആരാണ് എന്ന് നമുക്ക് നോക്കാം എന്നുള്ളതായിരുന്നു. അപ്പോൾ ആദർശത്തിൻ്റെ കുപ്പായം ധരിച്ച് ഇരിക്കുന്ന പല ആളുകളുടെയും ദേഹത്ത് ചേറുതെറിക്കുമെന്ന് കൂടി അദ്ദേഹം പറഞ്ഞു വെച്ചു. ഇന്ന് പുതിയ സർക്കാർ ഈ തീരുമാനങ്ങളൊക്കെ പരിശോധിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ നിലപാട് എന്നെ മാത്രം ബലിയാടാക്കരുത്, അന്വേഷണം നടന്നാൽ യഥാർത്ഥത്തിലുള്ള ഇതിൻ്റെ പുറകിലുള്ള ആൾ പുറത്തേക്ക് വരും എന്നുള്ളതാണ്. അങ്ങനെ ഇത് ഒരു മന്ത്രിസഭ കൂട്ടായി എടുത്ത തീരുമാനം എന്നതിനപ്പുറത്ത് ചില ആളുകളുടെ സ്ഥാപിത താല്പര്യം റവന്യൂ മന്ത്രിയെപ്പോലും മറികടന്ന് അവിടെ തിരുകിക്കയറ്റപ്പെടുകയായിരുന്നു എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും അത് വസ്തുതാപരമായി വളരെ ശരിയാണ്. ഈ തീരുമാനം മുഴുവനും തന്നെ മുഖ്യമന്ത്രിയും വ്യവസായ മന്ത്രിയും കൂടി എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതാർക്കാ അറിയാത്തത്? അതുകൊണ്ടാണല്ലോ ഇത് ഓൺ ചെയ്യാൻ മുഖ്യമന്ത്രി ബാധ്യസ്ഥനായത്. ഞാനാണ് ഉത്തരവാദി എന്ന് മുഖ്യമന്ത്രി പറയാനുള്ള കാരണം അദ്ദേഹത്തിന് ഒഴിയാൻ വേണ്ടി സാധിക്കില്ല. ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഔട്ട് ഓഫ് അജണ്ടയായി വരികയും യോഗം തീരുമാനമെടുക്കുകയും ചെയ്തതിന്റെ പിറകിൽ കൃത്യമായിട്ടുള്ള താല്പര്യമുണ്ടായിരുന്നു. ആ താല്പര്യം മുഖ്യമന്ത്രിയുടെയും വ്യവസായ മന്ത്രിയുടെയും താല്പര്യമാണ്. ഇതാദ്യമായിട്ടല്ല അഭിലാഷേ. കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത്, അതായത് VS അച്യുതാനന്ദന്റെ ഗവൺമെന്റ് കാലഘട്ടത്തിൽ മെത്രാൻകായലിലെ പ്രശ്നം ഇതേപോലെ വന്നതാണ്. അന്ന് വ്യവസായ വകുപ്പ് മന്ത്രിയായിരുന്ന ബഹുമാനപ്പെട്ട എളമരം കരീം താല്പര്യമെടുത്തുകൊണ്ടാണ് മെത്രാൻകായൽ പദ്ധതി വന്നത്. വ്യവസായ വകുപ്പ് അടിയന്തരമായി ആരംഭിക്കാൻ വേണ്ടി പോകുന്ന 10 പദ്ധതികൾ, എളമരം കരീമിന്റെ 10 സ്വപ്ന പദ്ധതികളിൽ ഒന്നായിരുന്നു മെത്രാൻകായൽ പദ്ധതി. അന്ന് ആ പദ്ധതി നടപ്പാക്കാതെ പോയത് ആ കാര്യത്തിൽ അന്നത്തെ കൃഷിവകുപ്പ് മന്ത്രിയായിട്ടുള്ള മുല്ലക്കര രത്നാകരൻ CPIയും സ്വീകരിച്ചൊരു നിലപാടുണ്ട്. ആ നിലപാട് അന്ന് ഞങ്ങൾ സ്വാഗതം ചെയ്തിട്ടുള്ള നിലപാടാണ്. ആ നിലപാട് അവരന്ന് എടുത്തതുകൊണ്ടാണ് LDF ഗവൺമെന്റിന് അന്നത് പദ്ധതി പൂർത്തീകരിക്കാൻ സാധിക്കാത്തത്. സമാനമായിട്ടുള്ള വിഷയം ഈ ഗവൺമെന്റ് മുമ്പിൽ ഉണ്ടാകും. നേരത്തെ CPIയുടെ നേതാവ് ബഹുമാനപ്പെട്ട ശ്രീ പ്രസാദ് ഇവിടെ ചൂണ്ടിക്കാണിച്ചല്ലോ. ഞാൻ അദ്ദേഹത്തോടും പറയുന്നു, വീണ്ടും ഇത് ആവർത്തിക്കാൻ വേണ്ടി പോവുകയാണ്. അന്ന് വ്യവസായ വകുപ്പും കൃഷി വകുപ്പും തമ്മിലൊരു തർക്കം VS അച്യുതാനന്ദന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. സമാനമായിട്ടുള്ള തർക്കം ഈ ഗവൺമെന്റ് കാലത്ത് നിങ്ങൾ നേരിടാൻ വേണ്ടി പോവുകയാണ്. CPIയുടെ കൈവശമുള്ള കൃഷി വകുപ്പും CPMന്റെ കൈവശമുള്ള വ്യവസായ വകുപ്പും തമ്മിൽ ഇതേപോലെ പദ്ധതികൾക്ക് തർക്കമുണ്ടാവേണ്ടി വരും. കണ്ണും കാതും തുറന്നിരിക്കാൻ CPI നിർബന്ധിതമാവും. അതുകൊണ്ട് ഈ കാര്യത്തിൽ മുഖ്യമന്ത്രിക്കും അന്നത്തെ മുഖ്യമന്ത്രിക്കും വ്യവസായ മന്ത്രിക്കുമുള്ള നിക്ഷിപ്ത താല്പര്യമാണ് ഈ വിഷയത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ടുള്ള അന്വേഷണത്തിന് ശരി, അതാണ് അന്വേഷണത്തിന് വിധേയമാക്കേണ്ടത്. ശ്രീ TN പ്രതാപൻ, ഈ വിഷയം ഉയർന്ന വേളയിൽ ഇനി ഈ കൊള്ളയ്ക്ക് കൂട്ടുനിൽക്കാനാകില്ല എന്ന് KPCC പ്രസിഡന്റ് തന്നെ നിലപാടെടുത്തിരുന്നു. പൊതുചർച്ചയിൽ തന്നെ VD സതീശൻ അടക്കമുള്ള നേതാക്കൾ ഇത് തീവെട്ടിക്കൊള്ളയാണ് എന്ന് പറഞ്ഞിരുന്നു. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണമെന്ന് താങ്കൾ പൊതുചർച്ചയിൽ തന്നെ അഭിപ്രായം ഉന്നയിച്ചിരുന്നു. ഇങ്ങനെ നിങ്ങൾ തന്നെ ഏറ്റെടുത്ത ഒന്നാണ്. ഇപ്പോൾ ഇവിടെ ഉപ്പ് തിന്നവർ സാധാരണഗതിയിൽ ആകുക മന്ത്രിസഭാ അംഗങ്ങൾ തന്നെയാണ്. ഈ തീരുമാനങ്ങളിൽ അന്ന് മന്ത്രിസഭാ അംഗങ്ങളായിരുന്നവർ കേസുകളെ നേരിടേണ്ടി വരും, അവർ ശക്തമായ അന്വേഷണത്തെ നേരിടേണ്ടി വരും എന്ന് ഇപ്പോഴത്തെ ഈ LDF സർക്കാരിൻ്റെ നീക്കം കാണുമ്പോൾ തോന്നുന്നുണ്ടോ? അല്ല, ഇതിനകത്ത് അഭിലാഷേ അതൊരു അങ്ങനെ ഏത് അന്വേഷണവും ഉണ്ടായിക്കോട്ടെ, കാരണം ഞങ്ങൾ തന്നെയാണ് ഒരുപക്ഷെ അന്നത്തെ പ്രതിപക്ഷം പറയുന്നേക്കാൾ അതിശക്തമായ രീതിയിൽ ഈ തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ്. ഗവൺമെൻറ് ഈ തീരുമാനങ്ങൾ പിൻവലിക്കുകയും ചെയ്തു. ഞങ്ങൾ ഉയർത്തിയ ആവശ്യപ്പെട്ട പ്രധാനപ്പെട്ടതെല്ലാം സർക്കാർ അന്ന് പിൻവലിക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിന് ഏതെങ്കിലും രീതിയിൽ അഴിമതി നടത്തി ഇതിൽ നിന്നും എന്തെങ്കിലും അവിഹിതമായി സമ്പാദിച്ചിരുന്നുവെങ്കിൽ എടുത്ത തീരുമാനം പിൻവലിക്കുമോ? അത് വേണ്ട എന്ന് വെക്കുമായിരുന്നോ? അപ്പോൾ അത് വേണ്ട എന്ന് വെച്ചത് ഗവൺമെൻറ് ഇതിനകത്ത് മറ്റൊരു രീതിയിലുള്ള അവിഹിതമായ ഇടപാടുകളും ഉണ്ടായിട്ടില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഗവൺമെൻറ്റിനകത്ത് ഗവൺമെൻറ് പിന്തുണയ്ക്കുന്ന ഞങ്ങളെ പോലെയുള്ള ഭരണകക്ഷി MLAമാരടക്കമുള്ള ആളുകൾ ഇടപെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ പല തീരുമാനങ്ങളും ഗവൺമെൻറ് റദ്ദാക്കിയതും പിൻവലിച്ചതും. പിന്നെ ഇതുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും ഒരു ബാക്ക് ഫയലിൽ അന്വേഷിച്ചോട്ടെ,
ഒരു വിരോധം ഞങ്ങൾക്കില്ല. ആദ്യം മെത്രാങ്കായലിൻ്റെ പ്രോജക്റ്റ് എവിടെ നിന്ന് ഉത്ഭവിച്ചത്? LDFന്റെ 4ാം വാർഷികത്തോടനുബന്ധിച്ച് അന്നത്തെ വ്യവസായ വകുപ്പ് കൊണ്ടുവന്ന പ്രോജക്റ്റിന്റെ ഭാഗമായിട്ടാണ് ഉത്ഭവിച്ചത്. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ ആറന്മുള വിമാനത്താവളത്തിന്റെ എവിടെ നിന്ന് ഉന്നയിച്ചത്? ആറന്മുള വിമാനത്താവളം തുടങ്ങുന്നത് ഏത് ഗവൺമെന്റ് കാലത്ത്? ആ കാലത്ത് തന്നെയാണ്. ഞങ്ങളുടെ ഗവൺമെന്റ് വന്നപ്പോൾ അതിന് ഭൂമി പതിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ ഈ കൃഷിഭൂമി പതിച്ചു കൊടുക്കുന്ന സാഹചര്യമുണ്ടായി, കൊടുക്കാൻ തീരുമാനമെടുക്കുന്ന സാഹചര്യമുണ്ടായി. ആ തീരുമാനം സ്വാഭാവികം വെച്ചു. അതുകൊണ്ട് ഈ അന്വേഷണത്തിൽ ഒരു തരത്തിലുമുള്ള വേവലാതിയുമില്ല. അന്വേഷിച്ചോട്ടെ, ഇതിനെ നോക്കിക്കോട്ടെ. ഇതിനകത്ത് ഏത് ഗവൺമെന്റുകളുടെ കാലത്തായാലും ആരൊക്കെങ്കിലും ബന്ധങ്ങളുണ്ടെങ്കിൽ ശരി ആവട്ടെ. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വിജിലൻസ് ത്വരിത പരിശോധനാ ഘട്ടത്തിൽ പുത്തൻവേലിക്കര മാള ഭൂമി ഇടപാടുകളിൽ അല്ലെങ്കിൽ ഭൂമി തീരുമാനത്തിൽ അന്നത്തെ വ്യവസായ മന്ത്രിക്കോ റവന്യൂ മന്ത്രിക്കോ യാതൊരു പങ്കുമില്ല, അതിന് ക്ലീൻ ചിറ്റ് കൊടുത്തുകൊണ്ടുള്ള റിപ്പോർട്ടാണ് കൊടുത്തത് എന്ന് നമുക്കറിയാം. പക്ഷേ കോടതി അത് നിരാകരിക്കുകയും അന്വേഷണത്തിന് ഉത്തരവിടുകയുമായിരുന്നു. ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടി പ്രതിയാണ് ഈ പുത്തൻവേലിക്കര ഭൂമിയുമായി ബന്ധപ്പെട്ട തീരുമാനത്തിൽ. വിജിലൻസ് പഴയ വിജിലൻസ് അല്ല. ജേക്കബ് തോമസ് ആണ് ഇപ്പോൾ വിജിലൻസിന്റെ തലപ്പത്ത്. പരിഭ്രാന്തി ഉണ്ടാക്കുന്നുണ്ടോ? ഇല്ല, വിജിലൻസിന്റെ മേധാവി ആരാകുന്നു എന്നല്ല, നമ്മുടെ വിജിലൻസിന് രാജ്യത്ത് ചില നിയമങ്ങളും ചട്ടങ്ങളൊക്കെ ഉണ്ട്. ആ നിയമത്തിന്റെയും ചട്ടത്തിന്റെയും പരിധിയിൽ നിന്നുകൊണ്ട് ഒരിക്കലും തന്നെ സുതാര്യമായ ഒരു അന്വേഷണം നടത്തിയാൽ ഇതിലെ സത്യാവസ്ഥ പുറത്തു വരും എന്ന് കരതല മനകം പോലെ വ്യക്തമായി കിടക്കുന്ന ഈ ഘട്ടത്തിൽ പിന്നെ ഞങ്ങൾക്ക് എന്താണ് ഈ കാര്യത്തിൽ വീണ്ടും വീണ്ടും ഈ ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ഒരു വേവലാതിയുമില്ല. ആ കാര്യത്തിൽ ഒന്നും ഭയപ്പെടേണ്ടതില്ല. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ കഴിഞ്ഞ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഇതൊക്കെ അന്വേഷിക്കുമ്പോൾ എല്ലാം അന്വേഷിക്കും. അതുകൊണ്ടാണല്ലോ നേരത്തെ ഇപ്പോൾ നമ്മുടെ പ്രതാപൻ പറഞ്ഞതുപോലെ തന്നെ 2010 ജൂലൈ 17 ഈ അച്യുതാനന്ദൻ സർക്കാരിന് 4ാം വാർഷിക പദ്ധതിയുടെ ഭാഗമായി അനുമതി നൽകിയൊരു ഇല്ല, അനുമതി നൽകിയില്ല. ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി, വ്യവസായ വകുപ്പ് അവരുടെ പ്രയോറിറ്റി പട്ടികയിൽ ലിസ്റ്റ് ചെയ്തിരുന്നു. പക്ഷേ അന്നത്തെ മന്ത്രിസഭ അതിന് അംഗീകാരം നൽകിയില്ല. VS അച്യുതാനന്ദനും മുല്ലക്കര രത്നാകരനും CPI മന്ത്രിമാരും ശക്തമായി സ്റ്റാൻഡ് എടുത്തു. ഈ സർക്കാരാണ് അനുമതി നൽകിയത്. ഞാൻ പറയുന്നത് ഏത് പദ്ധതി പരിശോധിച്ചാലും നിങ്ങൾക്ക് ഇതൊക്കെ കാണാൻ കഴിയും. അതത് ഗവൺമെന്റുകളുടെ കാലഘട്ടത്തിൽ ഈ നാട്ടിൽ എന്തെങ്കിലും നിക്ഷേപം വരട്ടെ എന്ന് കരുതി സതുദ്ദേശപരമായി വല്ല തീരുമാനങ്ങൾ എടുക്കും. പക്ഷെ ആ തീരുമാനങ്ങൾ അവരെടുത്തു എന്ന് കരുതിയിട്ട് അത് വ്യക്തമായ അന്വേഷണങ്ങൾക്ക് ശേഷം മാത്രമല്ലേ തീരുമാനമാവുകയുള്ളൂ. എല്ലാ ബന്ധപ്പെട്ട വകുപ്പ് ഉദ്യോഗസ്ഥന്മാരുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇതിൽ മന്ത്രിയോ അല്ലെങ്കിൽ റവന്യൂ മന്ത്രിക്കോ വ്യവസായ മന്ത്രിക്കോ ക്യാബിനറ്റോ എടുക്കുന്ന ഒരു തീരുമാനമല്ല. അവരൊരു ബോർഡിന് മുമ്പിലേക്ക് വിടുകയാണ്. ആ ബോർഡ് രൂപീകരിക്കുകയാണ്. ആ ബോർഡിൽ ബന്ധപ്പെട്ട എല്ലാ സീനിയർ ഉദ്യോഗസ്ഥന്മാരും അംഗങ്ങളാണ്. നിങ്ങളെ പരിശോധിക്കണം, കലക്ടർ അടക്കമുള്ളവർ. അവരാണിത് പരിശോധിക്കേണ്ടത്. ശരി, അതാണ് താങ്കൾ ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ P. പ്രസാദ്, ഒന്ന്, ഈ മന്ത്രിസഭാ അനുമതി കൊണ്ട് മാത്രം ഈ പദ്ധതികൾ സാധ്യമാകുമായിരുന്നില്ല. കാരണം അവയ്ക്ക് ഒരു പദ്ധതിയായി മാറണം എങ്കിൽ നിയമലംഘനങ്ങൾ നടത്തേണ്ടി വരുമായിരുന്നു. അതുമായി ബന്ധപ്പെട്ട ഇളവുകൾ കിട്ടിയിട്ടില്ല എന്നാണ് ചൂണ്ടിക്കാണിക്കുന്നത്. തത്വത്തിൽ അംഗീകാരം കൊടുത്തിട്ടേ ഉള്ളൂ എന്നുള്ളത്. എന്ന് മാത്രമല്ല, മുൻ സർക്കാരിൻ്റെ കാലത്തും ഇതേ രീതിയിൽ പ്രപ്പോസ് ചെയ്യപ്പെട്ട പദ്ധതികളാണ് എന്ന് ചൂണ്ടിക്കാണിക്കുന്നു. വിശേഷിച്ച് മെത്രാൻ കായലിലെ ടൂറിസം പദ്ധതി. അന്ന് CPI ഈ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. CPI മന്ത്രിമാർ മന്ത്രിസഭയിൽ. സമാനമായി ഇക്കുറിയും വേണ്ടിവരുമെന്ന് ചൂണ്ടിക്കാണിക്കുന്നു ജോസഫ് വാഴക്കനെ പോലെയുള്ള ആളുകൾ. എന്താണ് താങ്കളുടെ പ്രതികരണം? ഒന്ന്, മെത്രാങ്കായൽ പദ്ധതി മന്ത്രിസഭ തള്ളിക്കളഞ്ഞ പദ്ധതിയാണ്. മന്ത്രിസഭ തന്നെ അതിന് അംഗീകാരം കൊടുത്തിട്ടേയില്ല. 2, മെത്രാങ്കായലുമായി ബന്ധപ്പെട്ട പരിപാടികൾക്ക് അല്ല ആ പദ്ധതിയോട് എതിർപ്പുണ്ട് എന്ന്, അനുകൂലമല്ല എന്ന്, ശക്തിയായി എതിർക്കുന്നു എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി തന്നെ പറഞ്ഞിട്ടുണ്ട്. ആശങ്കയ്ക്ക് ഒട്ടും വകയില്ല. ആ പദ്ധതി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കാൻ യാതൊരു ശ്രമവും ഉണ്ടാവുകയില്ല എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. ഇവിടെ ആറന്മുളയെക്കുറിച്ചും പറഞ്ഞു. ആറന്മുളയുടെ കാര്യത്തിനകത്ത് ഒരു MLA കൊടുത്ത കത്തിൻ്റെ അകത്ത് ഉത്തരവിട്ടതിൻ്റെ പേരിലാണ് എല്ലാം നടന്നതെന്ന് പറഞ്ഞു. അറിയാൻ വയ്യാത്തതിൻ്റെ പേരിൽ പറയുന്നതാണ്. പോക്കുവരവുമായി ബന്ധപ്പെട്ടിട്ടാണ് ഒരു MLAയുടെ കത്തിനകത്ത് VS കൊടുക്കുന്നതെല്ലാം. അങ്ങനെ പോക്കുവരവ് ഒക്കുകയില്ല എന്നായിരുന്നു തിരിച്ച് ലാൻഡ് റവന്യൂ കമ്മീഷണർക്ക് പത്തനംതിട്ടയിൽ നിന്ന് പോയ മറുപടി എന്നുകൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. വ്യവസായ മേഖല പ്രഖ്യാപനം LDFന്റെ കാലത്തുനിന്നും തെറ്റാണെന്ന് ഞങ്ങൾ സമ്മതിക്കുന്നുണ്ട്. അതിനകത്തൊന്നും ന്യായമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കുന്നതിന് അംഗീകരിക്കുകയും ചെയ്യും. വ്യവസായ മേഖല പ്രഖ്യാപനം റദ്ദ് ചെയ്യുന്ന അഭിപ്രായമാണ് ഞങ്ങൾക്കെല്ലാം ഉള്ളത്, ഇടതുപക്ഷം എല്ലാ പാർട്ടികൾക്കും ഉള്ളത്. ഇവിടെ ഈ മെത്രാങ്കായലടക്കമുള്ള ഏത് പദ്ധതിയുടെ കാര്യത്തിലും നമ്മൾ കാണുന്നത് ഇപ്പോൾ വന്നിരിക്കുന്നതെല്ലാം അവസാനത്തെ കാലഘട്ടത്തിൽ 100 കണക്കിന് ഉത്തരവുകളാണ് ഇറങ്ങിയിരിക്കുന്നത്. അത് ഏതെങ്കിലും ഒരു വകുപ്പോ ഒരു മുസ്ലിം ലീഗോ അല്ലെങ്കിൽ വേറെങ്കിലും ആർക്കോ മണ്ടയ്ക്ക് മാത്രം വെച്ച് മാറാൻ കഴിയുന്നതല്ല. വലിയ ഉത്തരവാദിത്വം ഇവർക്ക് എല്ലാവർക്കും ഉള്ളതാണ്. 100 കണക്കിന് ഉത്തരവുകൾ ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ, അതെല്ലാം അവസാന കാലത്ത് ഇറങ്ങുന്നു എന്ന് പറയുമ്പോൾ തന്നെ സംശയങ്ങൾ ഉണ്ടാവുന്നു.
ആ ജനങ്ങൾ ഈ സംശയമെല്ലാം ഉന്നയിക്കുന്നു, മാധ്യമങ്ങൾ ഈ പ്രശ്നങ്ങൾ ഉയർത്തിക്കൊണ്ടിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ചില ഉത്തരവുകൾ പിൻവലിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് തന്നെ ഭരണാധികാരികൾ എത്തിയത്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കണം, എന്തുകൊണ്ടല്ല ഇങ്ങനെ വന്നിരിക്കുന്നു, ഇതിൽ നിയമപരമാണോ ഇതെല്ലാം വന്നിരിക്കുന്നത്. ചില ശാസ്ത്ര എഞ്ചിനീയറിംഗ് കോളേജുകൾക്ക്, മെഡിക്കൽ കോളേജ്, ദന്തൽ കോളേജ് ഭൂമി കൊടുത്തിരിക്കുകയാണെല്ലാം. ഏക്കർ കണക്കിന് ഭൂമി ഇങ്ങനെ കൊടുക്കുന്നത് ശരിയായ കാര്യമാണോ? എന്ത് പൊതു താല്പര്യമാണ് അതിനകത്തെല്ലാം ഉണ്ടാവുക? കേരളം കണ്ട ഏറ്റവും പ്രധാനപ്പെട്ടൊരു നിയമത്തെ, ഭൂപരിഷ്കരണ നിയമത്തെ 83 ക്ലോസിനകത്ത് പൊതു ആവശ്യങ്ങൾക്ക് വേണ്ടി ഇത്തരത്തിൽ എക്സംഷൻ കൊടുക്കാമെന്ന് പറയുന്നത് വെച്ചിട്ട് 750 ഏക്കർ വരെ എക്സം ചെയ്ത് കൊടുക്കുന്നു എന്ന് പറഞ്ഞൊരു കാര്യം നടന്നതിനെ അതീവ ഗൗരവത്തോടുകൂടി പൊതുസമൂഹം കണക്കിലെടുത്തു എന്നുള്ളത് വിസ്മരിക്കാൻ നമുക്ക് കഴിയില്ല. ആ ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരു ക്യാബിനറ്റ് സബ് കമ്മിറ്റി ഉണ്ടായിരിക്കുന്നത്. ഗൗരവതരമായ പരിശോധന ഉണ്ടാവും, ബന്ധപ്പെട്ട വകുപ്പുകളെല്ലാം പരിശോധിക്കും ഓരോ ഉത്തരവുകളെക്കുറിച്ചും. ഈ കാര്യത്തിൽ അഴിമതി നടന്നിട്ടുണ്ടെങ്കിൽ അഴിമതിക്കാർ സംരക്ഷിക്കപ്പെടുകയില്ല, അഴിമതിക്കാർ സുരക്ഷിതരായിരിക്കുകയില്ല എന്ന് ഇടതുപക്ഷം പ്രഖ്യാപിച്ചിട്ടുണ്ട്. ആ കാര്യത്തിൽ അണുവിട പോലും വിട്ടുവീഴ്ച ഉണ്ടാവുകയില്ല. ഈ നിലപാടുമായി തന്നെ ആയിരിക്കും ഞങ്ങളെല്ലാം മുമ്പോട്ടേക്ക് പോവുക. റൈറ്റ്. ടി എൻ പ്രതാപൻ, തീരുമാനങ്ങൾ എടുക്കുന്ന കാര്യത്തിൽ സ്ട്രൈക്ക് റേറ്റ് വളരെ ഉയർന്നതായിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, വളരെ കുറഞ്ഞ സമയം കൊണ്ട് വളരെയധികം തീരുമാനങ്ങൾ എടുത്തു. അതിൽ വേണ്ടത്ര പരിശോധന ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഒരു കാര്യം. എന്ന് മാത്രമല്ല, ഈ ഭൂമിദാനം എന്നുള്ളത് കഴിഞ്ഞ 5 വർഷം ഒരു പ്രധാനപ്പെട്ട വിനോദമായിരുന്നു. വലിയ പദ്ധതികൾക്ക് മാത്രമല്ല, സമുദായ സംഘടനകൾക്ക്, ഇവിടെ സൂചിപ്പിച്ചതുപോലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെന്ന് അവകാശപ്പെടുന്ന സ്ഥാപനങ്ങൾക്ക്, ഇങ്ങനെ ഇതൊക്കെ പരിശോധിക്കാൻ പോവുകയാണ്. അത് നിയമപരമായി നീങ്ങട്ടെ, രാഷ്ട്രീയമായി കൂടി നിങ്ങൾ ഒരു തെറ്റുതിരുത്തൽ നടത്തേണ്ടേ? ഇത്തരത്തിലുള്ള നയങ്ങളും നിലപാടുകളും സ്വീകരിച്ചത് തെറ്റായിപ്പോയി. ഇനി എന്തെങ്കിലും അധികാരത്തിലേക്ക് തിരിച്ചെത്തിയാൽ ഇങ്ങനെയുള്ള വീഴ്ചകൾ ഉണ്ടാവുകയില്ല, ഞങ്ങൾ തിരുത്തുന്നു എന്ന നിലപാട് രാഷ്ട്രീയമായി കൂടി എടുക്കേണ്ടേ? അല്ല, തീർച്ചയായിട്ടും അഭിലാഷേ, കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഭൂരഹിതർ 10,000-കണക്കിന് ഭൂരഹിതരുള്ളൊരു സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങളുടെ UDF ഗവൺമെൻറ്, ഉമ്മൻചാണ്ടി ഗവൺമെൻറ് റവന്യൂ വകുപ്പിൻ്റെ കീഴിൽ ഭൂരഹിതരില്ലാത്ത കേരളം എന്നൊരു ആശയം മുന്നോട്ട് വെച്ചത്. അതിന് സർക്കാരിന് റവന്യൂ പുറമ്പോക്ക് ഭൂമികളടക്കമുള്ള ഭൂമികൾ 3 സെൻറ്റും 4 സെൻറ്റും ഒക്കെയായി കൊടുത്തുകൊണ്ടിരിക്കുകയായിരുന്നു. കുറേ പേർക്ക് കൊടുത്തു, ഇനിയും ആ കൊടുക്കുന്ന നടപടി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുവേണ്ടി ചില സ്ഥലത്ത് കുറച്ച് ഭൂമി കിട്ടുന്നത് 2 സെൻറ്റ് 3 സെൻറ്റ് ഭൂമിയൊക്കെ ചിലരുടെ കൈവശമുള്ളത്, ആ റവന്യൂ ഭൂമി കൈവശമുള്ളത് അവർക്ക് കൊടുത്ത് പകരം അവരുടെ കയ്യിൽ നിന്ന് 2-3 ഏക്കർ വാങ്ങുന്ന ഒരു എക്സ്ചേഞ്ച് സ്കീം ഞങ്ങൾ ഉണ്ടാക്കി പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി. പക്ഷെ അതെല്ലാം മറികടന്ന് ചില സമുദായ മത സംഘടനകൾക്ക് ഭൂമി കൊടുത്തു എന്നുള്ളത് വളരെ ഗൗരവമുള്ള കാര്യം തന്നെയാണ്. അങ്ങനെ മതസമുദായ സംഘടനകൾക്ക് ഭൂമി വധിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ പുനഃപരിശോധിക്കേണ്ടതാണ്. കേരളം പോലുള്ള ഒരു സെക്കുലർ സംസ്ഥാനത്ത് മതസമുദായിക സംഘടനകൾക്ക് കൊടുക്കാനുള്ളതല്ല ഭൂമി. മതങ്ങളും സമുദായങ്ങളും ഒക്കെ അവരുടെ മതപ്രവർത്തനത്തിനും സമുദായ പ്രവർത്തനത്തിനും പോകട്ടെ. കേരളത്തിൽ അങ്ങനത്തെ ഒരു സ്പേസ് ഉള്ള സ്ഥലമല്ല. അതുകൊണ്ട് തന്നെ ഞാൻ ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികളും പൊതുപ്രവർത്തകന്മാരും മന്ത്രിമാരായാലും LDF, UDF, NDA ഒക്കെ ആയാലും ശരി, ജനങ്ങൾ ആകുന്ന ജനാധിപത്യ ജനങ്ങളാകുന്ന തമ്പുരാക്കന്മാരുടെ ഹൃദയം വായിക്കാനും അവരുടെ തിരിച്ചറിവ് ഉൾക്കൊള്ളാനും തയ്യാറാകിയിട്ടുള്ളതാണ്. എവിടെയെങ്കിലും പോരായ്മകൾ വീഴ്ച വരുമ്പോൾ അത് തിരുത്താൻ, സ്വയം അത് തിരുത്താൻ തയ്യാറാണ്. ഞങ്ങൾക്ക്, ഞങ്ങളുടെ പാർട്ടിക്കും ഞങ്ങളുടെ മുന്നണിക്കും എന്തെങ്കിലും കാര്യങ്ങളിൽ പോരായ്മയും വീഴ്ചയും ഉണ്ടായിട്ടെങ്കിൽ ഞങ്ങളത് സ്വയം വിമർശനം നടത്തും. ആ സ്വയം വിമർശനം നടത്തി പോരായ്മകൾ ഞങ്ങൾ തിരുത്തി ഭാവിയിൽ ഈ വന്ന പോരായ്മകൾ വരാതിരിക്കാൻ വേണ്ടി കരുതലോടുകൂടി തന്നെ ആയിരിക്കും ഞങ്ങളുടെയൊക്കെ പൊതുപ്രവർത്തനവും മറ്റ് അധികാര പ്രവർത്തനങ്ങളും. ശരി. ശ്രീ MT രമേശ്, ഈ സാമുദായിക സംഘടനകൾക്ക് തീരെഴുതിയ ഭൂമിയുടെ കാര്യത്തിൽ കൂടി ഒരു പുനഃപരിശോധന വേണം എന്ന നിലപാടെടുക്കുമോ? റവന്യൂ മന്ത്രിയുടെ സ്വന്തം മണ്ഡലത്തിൽ ജനസംഖ്യാനുപാതികമായിരുന്നു ഭൂമിദാനം. SNDP യോഗത്തിന്, അത് കഴിഞ്ഞ് NSSന്, ഓർത്തഡോക്സ് സഭയ്ക്ക്, ഇതര സഭകൾക്ക്, ഇങ്ങനെ ഓരോ ആളുകൾക്കും ഭൂമി കൊടുത്തിട്ടുണ്ട് അവർ ചോദിക്കുന്നതിനനുസരിച്ച്. ഇവിടെ കോട്ടയത്താണെങ്കിൽ SNDP യോഗത്തിന്, SN ട്രസ്റ്റിന് ആണ് 25 ഏക്കർ കൊടുത്തത്. അതേക്കുറിച്ച് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞത്, ഞങ്ങൾക്ക് കിട്ടി, അതിന് തൊട്ടപ്പുറത്തുള്ള കുരിശുമലയിൽ ക്രിസ്ത്യാനികൾക്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ തൊട്ടപ്പുറത്ത് മുസ്ലിങ്ങൾക്കും കൊടുത്തിട്ടുണ്ട്, പിന്നെ ഞങ്ങൾക്ക് മാത്രം കിട്ടുന്നതാണോ പ്രശ്നം എന്നുള്ളതായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ ഭൂമി ചോദിക്കുന്നവർക്കൊക്കെ, സ്വാധീനമുള്ളവർക്കൊക്കെ വാരിക്കോരി കൊടുത്തിട്ടുണ്ട്. ഇതിലൊക്കെ പുനഃപരിശോധന ആവശ്യമുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ പറഞ്ഞല്ലോ, കേരളത്തിലെ പൊതുജനങ്ങളുടെ ഭൂമി, സർക്കാരിൻ്റെ ഭൂമി, അത് മതസാമുദായിക സംഘടനക്ക് കൊടുക്കാനുള്ളതല്ല, സ്വകാര്യ വ്യക്തികൾക്കും കൊടുക്കാനുള്ളതല്ല. ഇവിടെ നേരത്തെ TN പ്രതാപൻ ചൂണ്ടിക്കാണിച്ചല്ലോ, ഭൂരഹിതരില്ലാത്ത കേരളം, അതിപ്പോഴും പ്രാവർത്തികമായിട്ടില്ല. ആദിവാസികൾ കിടന്നുറങ്ങാൻ ഒരു ചെറിയ കൂരയുണ്ടാക്കാൻ കൊടുക്കാൻ നമ്മുടെ കയ്യിൽ ഭൂമിയില്ല. സർക്കാർ പറയുന്ന മറുപടി ഭൂമിയില്ല എന്നാണ്.
ഒരു ഭാഗത്ത് പാവപ്പെട്ടവർക്കും ആദിവാസികൾക്കും പട്ടികജാതി വിഭാഗത്തിനും ഒരു കൂരയുണ്ടാക്കാൻ കയ്യിൽ ഭൂമിയില്ല എന്ന് പറയുന്ന സർക്കാരാണ് ഏക്കർ കണക്കിന് ഭൂമി മറ്റുള്ളവർക്ക് പതിച്ചു കൊടുക്കുന്നത്. ഇത് അംഗീകരിക്കാൻ വേണ്ടി കഴിയില്ല. ഇതിപ്പോ കഴിഞ്ഞ 5 വർഷത്തെ കാലം മാത്രമല്ല, കേരളത്തിലെ വിവിധ മത സാമുദായിക സംഘടനകൾക്ക് കഴിഞ്ഞ 1/4 നൂറ്റാണ്ട് കാലമായി പതിച്ചു കൊടുത്ത ഭൂമിയുടെ കണക്ക് നാം എടുത്താൽ ഞെട്ടിപ്പോകും. ആർക്കൊക്കെ എങ്ങനെയൊക്കെ കിട്ടിയെന്ന് അപ്പോഴാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അതിനെ സംബന്ധിച്ച് ഈ സർക്കാർ, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിന് അത് സംബന്ധിച്ച് ഓരോ സർക്കാരുകളും മത സാമുദായിക സംഘടനകൾക്ക് അനുവദിച്ച ഭൂമിയുടെ ഒരു ധവളപത്രം പുറപ്പെടുവിക്കാൻ ഈ സർക്കാർ തയ്യാറുണ്ടോ? ചില വസ്തുതകൾ കേരളത്തിലെ ജനങ്ങൾക്കപ്പോൾ മനസ്സിലാക്കും. ആർക്കൊക്കെ കൊടുത്തു, എന്തിനൊക്കെ കൊടുത്തു, എപ്പോഴൊക്കെ കൊടുത്തു എന്ന് ജനങ്ങൾക്ക് ബോധ്യമാകും. ഒരു കാര്യം കൂടി, നേരത്തെ TN പ്രതാപൻ ചൂണ്ടിക്കാണിച്ചു, ഞങ്ങൾക്ക് തെറ്റു സംഭവിച്ച് തിരുത്തിയിട്ടുണ്ട്. ഞാനത് പൂർത്തിയാക്കിക്കോട്ടെ, ഒറ്റ മിനിറ്റ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് മെത്രാൻകായൽ ഉൾപ്പെടെയുള്ള പദ്ധതികൾ തിരുത്താൻ തയ്യാറായത് തെറ്റുണ്ട് എന്ന് ബോധ്യമായതുകൊണ്ടല്ല. TN പ്രതാപനെ പോലെയുള്ള നേതാക്കന്മാർ ആ കാര്യം സമ്മതിക്കണം. TN പ്രതാപനും VD സതീശനും VS സുധീരനും പറഞ്ഞു ഇത് ക്രമവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്, തീവട്ടിക്കൊള്ളയാണ്. പക്ഷേ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഇതിലൊരു നിയമവിരുദ്ധവും ഇല്ല, ഇതിലൊരു ക്രമക്കേടുമില്ല, എല്ലാം നിയമപരമായി ശരിയാണ്. ആകെ ഒരു വിവാദം ഉണ്ടായതുകൊണ്ട് ഞങ്ങൾ പിൻവാങ്ങുന്നു. ഇത് ഈ അഭിപ്രായമാണ് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് VD സതീശന്റെയും TN പ്രതാപന്റെയും VS സുധീരന്റെയും അഭിപ്രായം ക്രമവിരുദ്ധമാണ് അഭിപ്രായം. ഉമ്മൻചാണ്ടിയെ കൊണ്ട് ഇനിയെങ്കിലും സമ്മതിപ്പിക്കാൻ ഇവർക്ക് സാധിക്കണം. അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ശ്രീ പ്രസാദ്, ഇക്കാര്യത്തിൽ ഇവർ ഇറക്കിയിട്ടുള്ള പരിസ്ഥിതി വിരുദ്ധമായ ഉത്തരവുകൾ പിൻവലിക്കും, അക്കാര്യത്തിൽ ഒരു ധവളപത്രം ഇറക്കും എന്ന് LDF പ്രഖ്യാപിക്കുന്നുണ്ട്. ഈ നടക്കാതെ പോയ, വിവാദം ഉയർന്നതിനെ തുടർന്ന് പിൻവലിച്ച പദ്ധതികളുടെ കാര്യത്തിൽ മാത്രമല്ലല്ലോ, ഇപ്പോൾ തീരെഴുതി കൊടുത്തിരിക്കുന്ന ഭൂമിയുടെ കാര്യത്തിലും തിരുത്തൽ വേണ്ടേ? അതല്ലെങ്കിൽ ആർക്കൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലുള്ള വിവരങ്ങളുടെ ലഭ്യതയെങ്കിലും വേണ്ടേ? അങ്ങനെ ആർക്കൊക്കെ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാക്കുമോ പൊതുസമൂഹത്തോട്? തീർച്ചയായിട്ടും വ്യക്തമാക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടർ ചാനൽ തന്നെ ഇന്ന് സംപ്രേഷണം ചെയ്തുകൊണ്ടിരുന്ന വാർത്തയിൽ പറഞ്ഞതുപോലെ 100 കണക്കിന് ഉത്തരവുകളാണ് ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിക്കേണ്ടതായി വന്നിരിക്കുന്നത്. അതിൻ്റെ പരിശോധനയിലാണ് മന്ത്രിസഭാ ഉപസമിതിയും ബന്ധപ്പെട്ട വകുപ്പുകളുമെല്ലാം. ആരെല്ലാമാണ് ഇത്തരത്തിൽ ഭൂമി കൈക്കലാക്കി കൊണ്ടുപോയിരിക്കുന്നത്, അന്യായമായി കൊണ്ടുപോയതെല്ലാമാണ്, നിയമവിരുദ്ധമായി കൊണ്ടുപോയതെല്ലാമാണ്, അതിനകത്ത് ആരുടെയൊക്കെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്, ആ കാര്യങ്ങളെല്ലാം കൃത്യമായി പരിശോധിക്കുകയും പൊതുജനത്തിന് മുമ്പായി, സമൂഹത്തിന് മുമ്പായി ഇതെല്ലാം അവതരിപ്പിക്കുകയും ചെയ്യും. ഇനി കേരളത്തിൽ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. ഇവിടെ ഭൂരഹിതരായ ആളുകൾ ഭൂമിക്ക് വേണ്ടി കാത്തിരിക്കുമ്പോൾ, കിട്ടുന്ന ഭൂമി വാസയോഗ്യമല്ലാത്തതായി തീരുമ്പോൾ ഈ പാവങ്ങളെ പറ്റിച്ചിട്ടാണ് ഈ വമ്പന്മാരുടെയും കൊമ്പന്മാർക്കും മുട്ടിലിഴഞ്ഞുകൊണ്ട് ഇത്തരം ഭൂമികളെല്ലാം വൻകിടക്കാരന് തീരെഴുതി കൊടുത്തിരിക്കുന്നത്. അതിനി കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല സാക്ഷ്യമുണ്ട്. കേരളത്തിൽ ഏറ്റവും പാരിസ്ഥിതികമായി ഏറ്റവും പ്രാധാന്യമുള്ള പ്രദേശങ്ങളെല്ലാം ഇങ്ങനെ കൈയൊഴിയാൻ പാടില്ല എന്നും നമ്മുടെ നെൽവയലുകളും നീർത്തടങ്ങളും എല്ലാമാണ് ഇങ്ങനെ കൈയൊഴിഞ്ഞിരിക്കുന്നത് എന്നത് അങ്ങേ ഞെട്ടിപ്പിക്കുന്ന കാര്യം തന്നെയായിരുന്നു. ഇതിൻ്റെ കാര്യത്തിലും വമ്പൻ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തന്നെയായിരുന്നു എല്ലാം ചെയ്ത് കൂട്ടിക്കൊണ്ടിരുന്നത്. 1 ഏക്കർ വയൽ ഒരു കൊല്ലം നമുക്ക് 3000 മില്ലിമീറ്റർ മഴ പെയ്യുന്നെന്ന് കണക്ക് കൂട്ടുമ്പോൾ 1 ഏക്കർ വയൽ 4,80,00,000 ലിറ്റർ വെള്ളം ഭൂമിക്കടിയിലേക്ക് സമാഹരിച്ചു കൊടുക്കുന്നുണ്ട്. ഇത്ര വലിയ ദൗത്യം നിറവേറ്റുന്ന വയലുകളെ എല്ലാമാണ് ഈ തരത്തിൽ കശാപ്പ് ചെയ്യുന്നത് പോലെ ഇങ്ങനെ തീരെഴുതി കൊടുത്തുകൊണ്ടിരുന്നത്. കേരളത്തിന് പൊറുക്കാൻ കഴിയുന്നതല്ല ഇത്തരം കാര്യങ്ങൾ. കേരളത്തിൻ്റെ ഭാവിയുടെ അല്ല, ഇന്നത്തെ തലമുറയോട് കൂടി ചെയ്ത ഏറ്റവും വലിയ ക്രൂരതയായിരുന്നെല്ലാം. നഗ്നമായ അഴിമതി നടന്നിട്ടുണ്ട് എന്ന് ജനങ്ങൾ വിശ്വസിച്ചു. അതുകൊണ്ടാണ് അഴിമതിക്കെതിരായ ഒരു വിധിയെഴുത്ത് ഇക്കാര്യത്തിൽ ഉണ്ടായത്. അതുകൊണ്ട് ഇത് ആർക്കെല്ലാം കൊടുത്തു, അത് സമുദായമായിക്കോട്ടെ, മതത്തിൻ്റെ പേരിലായിക്കോട്ടെ, വേറെ എന്തിൻ്റെങ്കിലും പേരിലായിക്കോട്ടെ, ചോദിക്കുന്നവർക്കെല്ലാം ഭൂമി കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഇഷ്ടമുള്ളവർക്കെല്ലാം ഭൂമി കൊടുക്കുക എന്ന് മാത്രവുമല്ല, ചില സമ്മർദ്ദങ്ങളുണ്ടായിരുന്നു, താല്പര്യങ്ങളുണ്ടായിരുന്നു. ആ താല്പര്യങ്ങൾ സംരക്ഷിക്കാനല്ല ഒരു ഭരണകൂടം മുൻകൈ എടുക്കേണ്ടിയിരുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം പരിശോധനയ്ക്ക് വിധേയമാക്കുന്നത്. തീർച്ചയായും അതാണ് താങ്കൾ വ്യക്തമാക്കുന്ന കാര്യം. ശ്രീ TN പ്രതാപൻ, ശ്രീ P പ്രസാദ് പറഞ്ഞതുപോലെയാണ് ഇടതുമുന്നണി സർക്കാരിന്റെ നീക്കങ്ങളെങ്കിൽ, തീരുമാനങ്ങളെങ്കിൽ സർവാത്മന പിന്തുണയ്ക്കുമോ താങ്കൾ? ഞാൻ എൻ്റെ ആത്മസുഹൃത്താണ് ശ്രീ P പ്രസാദ്. പ്രസാദിൻ്റെ എല്ലാ സ്വപ്നങ്ങളും ആഗ്രഹങ്ങളും പൂവണിയട്ടെ, അതിന് പൂർണ്ണമായ പിന്തുണയും സഹകരണവും കൊടുക്കാം. ഒറ്റ കാര്യം കൂടി അഭ്യർത്ഥിക്കുകയാണ്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ മൂന്നാറിലടക്കം കയ്യേറിയ ഭൂമികൾ പിടിച്ചു വാങ്ങാൻ വേണ്ടി ശ്രമിച്ചു. കേരളത്തിലെ ഒരുപാട് വൻകിട തോട്ടമുടമകൾ നമ്മുടെ പൊതുഭൂമി കൈവശം വെച്ചിട്ടുണ്ട്. വനം വകുപ്പും കൃഷി വകുപ്പും ഒക്കെ ഇരിക്കുന്നത് CPIയുടെ കയ്യിലാണ്. അതുകൊണ്ട് ഇത്രയുള്ള വൻകിട തോട്ടമുടമകളുടെ കയ്യിലിരിക്കുന്ന പൊതുഭൂമി അടക്കമുള്ളവയും മൂന്നാറിൽ കയ്യേറി കൈവശം വെച്ചിരിക്കുന്ന ഭൂമി അടക്കമുള്ളവയെല്ലാം പിടിച്ചെടുക്കാൻ വേണ്ടി, അതെല്ലാം സർക്കാർ ഭൂമിയാക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ
അതിന് മുൻകൈയെടുത്ത് ശ്രമിച്ചാൽ അതിനെല്ലാം പിന്തുണയുണ്ട്. ഞാൻ ഒറ്റ കാര്യം കൂടി അഭിലാഷെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞങ്ങൾക്ക് കൂടി ഒരു അനുഭവ പാഠമുണ്ട് ഈ കാര്യത്തിൽ. കേരളത്തിലെ പല മത സാമുദായിക സംഘടനകളും അവരുടെ പല താല്പര്യങ്ങൾക്ക് വേണ്ടി അവരുടെ ഭൂമിയുടെ കാര്യത്തിലായാലും മറ്റു പല കാര്യത്തിലായാലും ഒരുപാട് അവിഹിതമായ സമ്മർദ്ദങ്ങളും സ്വാധീനങ്ങളും സൗഹൃദങ്ങളും ചെലുത്തി ഈ ഞങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഞങ്ങൾക്ക് ഒരു കാര്യം ബോധ്യമായി, ഈ അവിഹിതമായ എല്ലാം നേടിയെടുത്തവരെല്ലാം ഈ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടെ ആയിരുന്നു. എല്ലാ പ്രധാനപ്പെട്ട മത സാമുദായിക ശക്തികളെല്ലാം കൂടി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ കൂടി, ചില സമുദായ ശക്തികൾ NDA കൂടെയും ചേർന്നു. അതുകൊണ്ട് പ്രസാദ് ഉൾപ്പെടെയുള്ള ആളുകളും എൻ്റെ സുഹൃത്തായ രമേശ് ഉൾപ്പെടെയുള്ള ആളുകൾ നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇത്തരം ആളുകളുടെ കൂടി ഒരു ഭൂതക്കണ്ണാടി നിങ്ങളുടെ കയ്യിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. ഇവരെല്ലാം കാര്യത്തിന് വേണ്ടി നിങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി ശ്രമിക്കും. കാര്യം കഴിഞ്ഞാൽ പാലം കടക്കോളം നാരായണ എന്ന് പറയും, പാലം കടന്ന കൂരായണ എന്ന് പറയും എന്നതുകൂടി ഞങ്ങളുടെ അനുഭവം നിങ്ങൾക്ക് ഇനി ഉണ്ടാവാതിരിക്കട്ടെ. ഞങ്ങൾ ഈ പാഠം ജീവിതത്തിൽ ഇനി എന്നും ഒരു പാഠമായി തന്നെ സ്വീകരിക്കുകയും ചെയ്യും. വളരെ നന്ദി ശ്രീ TN പ്രതാപൻ, ശ്രീ MT രമേശ്, ശ്രീ P പ്രസാദ്, ശ്രീ ജോസഫ് വാഴക്കൻ, ശ്രീ അബ്ദുറഹ്മാൻ രണ്ടത്താണി സംസാരിച്ചു.